ഹലോ, വെൽക്കം ടു മൈ ബയോളജി ക്ലാസ്. അപ്പൊ ഞാൻ 10th ബയോളജിയാണ് എടുത്ത് തുടങ്ങുന്നത്. ഇതെന്റെ ഒരു കോമൺ ചാനലാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്ലേലിസ്റ്റില് 10th ബയോളജി എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. അപ്പം കുട്ടികൾക്ക് ഇപ്പം ക്രിസ്മസ് എക്സാം വരുന്നതുകൊണ്ട് 3rd and 4th ചാപ്റ്ററിനാണ് അവർക്ക് എക്സാം വരുന്നത്. അപ്പം ആ ഒരു ചാപ്റ്റർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് നമ്മുടെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ബിഹൈൻഡ് ദ സെൻസേഷൻ എന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഇതില് നമുക്ക് എല്ലാവർക്കും അറിയാനുണ്ടാവും സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്. നമ്മുടെ ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്, അതുപോലെ തന്നെ സ്കിൻ, നമ്മുടെ ബോഡി ഫുള്ളിൽ കവർ ചെയ്ത് കിടക്കുന്ന ഈ സ്കിന്നും ഈ 5 സെൻസ് ഓർഗൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ ബോഡി ഇപ്പം എന്തിനോടും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ, എന്തൊരു കാര്യത്തോടും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് കിട്ടിയിട്ടായിരിക്കും. ഇപ്പൊ ഞാൻ 2 പാത്രത്തിൽ ഇവിടെ ഒരു ചൂടുവെള്ളവും അതുപോലെ തന്നെ നല്ല ഐസ് വാട്ടറും കൊണ്ടുവച്ചു. അപ്പൊ നമ്മൾ വന്ന് തൊട്ട് നോക്കുമ്പോൾ ഏതാണ് ചൂട് ഏതാണ് തണുപ്പ് നമുക്ക് മനസ്സിലാവും അല്ലെ. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? ഒരു സ്റ്റിമുലസ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നുണ്ട്. ആ സ്റ്റിമുലസിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡി അതിനനുസരിച്ചുള്ള റെസ്പോൺസ് കാണിക്കുകയാണ്. ഇത് എങ്ങനെയായിരിക്കും റെസ്പോൺസ് കാണിക്കുക? ആ സ്റ്റിമുലസ് വന്നിട്ട് നമ്മുടെ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസപ്റ്ററിൽ എന്ത് ഫോം ചെയ്യും? ഒരു റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നു. റിസപ്റ്റർ പൊട്ടൻഷ്യൽ ലിമിറ്റിൽ കൂടുതൽ എക്സീഡ് ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയും. ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്തൊരു സ്റ്റിമുലസ് ഉണ്ടെങ്കിലും അതിന്റെ മാച്ച് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ആ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസപ്റ്റർ ഒരു പൊട്ടൻഷ്യൽ ഫോം ചെയ്യും, അല്ലെങ്കിൽ അതിന് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയും. ഈ റിസപ്റ്റർ പൊട്ടൻഷ്യൽ അതിന്റെ ലിമിറ്റിൽ എക്സീഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഹയർ കോൺസെൻട്രേഷനിൽ വരുന്ന സമയത്ത് അതിന് പറയുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇമ്പൾസ്. ഈ ഇമ്പൾസ് വന്നു കഴിഞ്ഞാൽ ഈ ഇമ്പൾസ് നെർവ്സ് എവിടേക്ക് എത്തിക്കും? നെർവ്സ് ബ്രെയിനിലേക്ക് എത്തിക്കും. ബ്രെയിൻ ആണ് നമുക്ക് ഇതിന് മാച്ച് ആയിട്ടുള്ള റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ജനറൽ സെൻസസും ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ സെൻസസും ഉണ്ട്. ഈ ജനറലും സ്പെഷ്യൽ സെൻസസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, ജനറൽ സെൻസസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്തല്ല അതിന്റെ റിസപ്റ്റർ ഉണ്ടാവും. എല്ലാം നമ്മുടെ ബോഡി മൊത്തം എന്തുണ്ട്? അതിനുള്ള റിസപ്റ്റർ ഉണ്ട്. അതായത് നമുക്ക് എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ടച്ച് നമുക്ക് ഇവിടെ കയ്യിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, കാലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ മുഖത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് നമുക്ക് എവിടെ എല്ലാം നമ്മുടെ ബോഡി മൊത്തം മനസ്സിലാവുന്ന സെൻസസിനെ നമുക്ക് ജനറൽ സെൻസസ് എന്ന് പറയാം. പക്ഷെ നമുക്ക് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ, പിറകിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കണ്ണുകൊണ്ട് മാത്രമേ വിഷൻ എന്ത് ചെയ്യുന്നുള്ളൂ? സാധിക്കുന്നുള്ളൂ. നമുക്ക് ചെവി കൊണ്ട് മാത്രമേ എന്ത് സാധിക്കുന്നുള്ളൂ? നമുക്ക് ഹിയറിംഗ് പോസിബിൾ ആവുന്നുള്ളൂ. ടേസ്റ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവച്ചാൽ ടേസ്റ്റ് മനസ്സിലാവില്ല. നമുക്ക് ടങ് വഴി എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ടേസ്റ്റ് മനസ്സിലാവുന്നുള്ളൂ. അതേപോലെ തന്നെ സ്മെല്ല് നമുക്ക് നോസ് വഴി മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് യൂസ് ചെയ്ത് സെൻസ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് സ്പെഷ്യൽ സെൻസസ് എന്ന്. അപ്പൊ നമ്മുടെ സെൻസ് ഓർഗൻസ് ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഐയിൽ വരുന്ന റിസപ്റ്റർ എന്ന് പറയുന്നത് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ്. അവിടെ സ്റ്റിമുലസ് ആയിട്ട് വരുന്നത് ലൈറ്റ് ആണ്. നമ്മുടെ ഇയേഴ്സിൽ വരുന്നതാണെങ്കിൽ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആണ്. അവിടെ വരുന്ന സ്റ്റിമുലസ് എന്ന് പറയുന്നത് സൗണ്ട് ആണ്. നോസിൽ വരുന്ന റിസപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്. അവിടെ വരുന്ന സ്റ്റിമുലസ് എന്ന് പറയുന്നത് സ്മെല്ലാണ്. ഇനി നോക്കുക, ടെങ്ങിൽ വരുന്ന റിസപ്റ്റർ എന്ന് പറയുന്നത് കീമോ റിസപ്റ്റേഴ്സ് ആണ്. അവിടെ സ്റ്റിമുലസ് ആയിട്ട് വരുന്നത് ടേസ്റ്റിന് കാരണമാകുന്ന പാർട്ടിക്കിൾസ് ആണ്. അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടച്ച് റിസപ്റ്റേഴ്സ് ആണ്. അവിടെ വരുന്ന സ്റ്റിമുലസ് എന്താണ്? ടച്ച് ആണ്. പെയിനും പ്രഷറിനും ഒക്കെ കാരണമാകുന്ന ടച്ച് ആണ് അവിടെ വരുന്ന സ്റ്റിമുലസ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ സെൻസ് ഓർഗനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഐസ് നോക്കാം. ഐ കിടക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് കണ്ണൊരു കുഴിയിനുള്ളിലാണ് കിടക്കുന്നത് അല്ലെ. ഈ ഐസ് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ കുഴിയെ നമ്മൾ പറയുന്നതാണ് ഐ സോക്കറ്റ്. ഈ ഐ സോക്കറ്റിനുള്ളിൽ കണ്ണിനെ പിടിച്ചു നിർത്തുന്ന മസിൽസിനെയാണ്, അല്ലെങ്കിൽ ആ കുഴിയിൽ നിന്ന് അതിങ്ങനെ ഫിറ്റ് ചെയ്ത് നിർത്തുന്ന മസിൽസിനെയാണ് നമ്മൾ പറയുന്നത് ഐ മസിൽസ്. ഇനി നമുക്ക് നോക്കാം
നോക്കാം, ഈ കണ്ണിന്റെ മുകളിൽ കാണുന്ന ഐ ലാഷസ് എന്ന് പറയുന്നത്, ഈ ഒരു ഹെയർ എന്ന് പറയാ ഐ ലാഷസ്. ഈ പൊടി ഒന്നും കണ്ണിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഈ ഐ ലാഷസ്. അതേപോലെ തന്നെ ഐലിഡ്സും എന്താണ്, ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓവർ ലൈറ്റ്, UV റേഡിയേഷൻ ഒക്കെ വരുന്ന സമയത്ത്, നല്ല ഇന്റൻസ് ലൈറ്റ് അടിയുന്ന സമയത്ത് നമ്മൾ കണ്ടുമുട്ടും. അതിന് വേണ്ടി, അതായത് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷട്ടർ സിസ്റ്റം ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ലാക്രിമൽ ഗ്ലാൻസ് ഉണ്ട്. ഈ ഒരു പൊസിഷനിലായിട്ട് ലാക്രിമൽ ഗ്ലാൻസ് ഉണ്ട്. ഈ ലാക്രിമൽ ഗ്ലാൻസ് നമ്മുടെ കണ്ണിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്നു. അതുപോലെ തന്നെ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലൈസോസൈം എന്നാണ് എൻസൈമിന്റെ പേര്. അപ്പൊ ഈ ലൈസോസൈം അതായത് ഇൻഫെക്ഷൻസ് എന്നൊക്കെ നമ്മളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സ്ട്രക്ചറിലേക്ക് പോവുകയാണെങ്കിൽ 3 layers ആണുള്ളത്: സ്ക്ലീറ, കൊറോയിഡ് ആൻഡ് റെറ്റിന. അപ്പൊ ഔട്ടർ ലെയർ ആണ് സ്ക്ലീറ, മിഡിൽ ലെയർ ആണ് കൊറോയിഡ് ആൻഡ് ഇന്നർ ലെയർ ആണ് റെറ്റിന. അപ്പൊ ഡീറ്റെയിൽ സ്ട്രക്ചറിലേക്ക് പോവാം. നോക്കാം, ഇതാണ് ഔട്ടർ ലെയർ. നമ്മള് സ്ക്ലീറ അല്ലെ, സ്ക്ലീറ. ഈ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് നോൺ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ലെയർ ആണ്. ഇപ്പൊ ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞെങ്കിൽ എന്താ, ഇവിടുന്ന് അപ്പുറത്തേക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ആ ഭാഗം കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്പാരന്റ് എന്ന് പറയുന്നത്. അപ്പൊ കാണാൻ പറ്റാത്തതിന് നോൺ ട്രാൻസ്പാരന്റ്. അപ്പൊ നോൺ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള റീജിയൻ ആണ് ഫസ്റ്റ് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ലെയറിൽ നോൺ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഭാഗത്തിന് നമ്മളെന്ന് പറയുന്നത് സ്ക്ലീറ. ഈ സ്ക്ലീറയുടെ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം എന്താണ്, ട്രാൻസ്പാരന്റ് ആയിട്ട് കാണാം. അപ്പം ഈ സ്ക്ലീറയുടെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത് കോർണിയ. എന്താണ്, കോർണിയ. ഇനി സെക്കൻഡ് ലെയർ നോക്കുകയാണെങ്കിൽ, സെക്കൻഡ് ലെയർ ആണ് നമ്മുടെ കൊറോയിഡ് ലെയർ. കൊറോയിഡ് ലെയർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇവിടെ എക്സ്റ്റൻഷൻ ആയിട്ട് ഇവിടെ ഒരു മസിൽസ് വരുന്നുണ്ട്. ഇതിനെ നമ്മള് സീലിയറി മസിൽസ് എന്ന് പറയും. എന്താണ്, സീലിയറി മസിൽസ്. സീലിയറി മസിൽസ് ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്തൊരു സംഭവമുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഐറിസ്. ഈ ഐറിസിന്റെ ഇടയിലുള്ള ഈ ഓപ്പണിങ്ങിനെ നമ്മൾ പറയുന്നു പ്യൂപ്പിൾ. ഇനി ഈ സീലിയറി മസിൽസിൽ നിന്നും ലിഗമെന്റ്സ് വഴി ഒരു കണക്ഷൻ ഉണ്ട് നമ്മുടെ ലെൻസിലേക്ക്. നമ്മുടെ ഐയിലുള്ള ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ കോൺവെക്സ് ലെൻസിലേക്ക് നേരൊരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് കോൺവെക്സ് ലെൻസിലെ ലിഗമെന്റ്സ് വഴി കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പൊ നോക്കുക, ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സ്ക്ലീറയാണ്. സ്ക്ലീറ നോൺ ട്രാൻസ്പാരന്റ് ലെയർ ആണ്. ഈ നോൺ ട്രാൻസ്പാരന്റ് ലെയറിന്റെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്നു കോർണിയ. നമ്മുടെ ഫ്രണ്ട് പൊസിഷനിൽ വരുന്നതാണ്. ഈ കൃഷ്ണമണിയുടെ മുകളിലുള്ള ആ ഒരു ട്രാൻസ്പാരന്റ് ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ലെയർ ആണ് കൊറോയിഡ്. കൊറോയിഡ് ലെയറിന്റെ എക്സ്റ്റെൻഡ് പോർഷൻ ആണ് സീലിയറി മസിൽസ് വരുന്നത്. സീലിയറി മസിൽസ് ഒരു പ്രൊജക്ഷൻ ആണ് ഐറിസ്. ഐറിസിന്റെ ഇടയിലുള്ള നമ്മുടെ ലെൻസിലേക്കുള്ള അവിടേക്കുള്ള ഓപ്പണിങ്ങിനെ നമ്മൾ പറയുന്നത് എന്ത്, പ്യൂപ്പിൾ എന്ന് പറയും. ഈ സീലിയറി മസിൽസ് ലെൻസുമായിട്ട് കണക്റ്റഡ് ആണ്, അതായത് ലിഗമെന്റ്സ് വഴി ലെൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഇന്നർ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലെയർ കാണുന്നുണ്ട്. അതാണ് നമ്മുടെ റെറ്റിന. സ്ക്ലീറ, കൊറോയിഡ് ആൻഡ് റെറ്റിന. ഇതാണ് 3 ലെയേഴ്സ് വരുന്നത്. നമുക്ക് ഓരോന്നിന്റെ ഫംഗ്ഷനും നോക്കി പോകാം. അപ്പൊ ഫസ്റ്റ് ലെയർ അല്ലെ, ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സ്ക്ലീറയാണ്. സ്ക്ലീറ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ ട്രാൻസ്പാരന്റ് ലെയർ ആണ്. അതൊരു ഫേംനെസ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എന്ന് പറയുന്നത് സ്ക്ലീറ. ഈ സ്ക്ലീറയുടെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ലെയർ ആണ് കോർണിയ. അതായത് ട്രാൻസ്പാരന്റ് ആവുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിമുലസ് ലൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് കടത്തി വിടണം, എന്നിട്ട് റെറ്റിനയിൽ എത്തണം. അപ്പം ഈ റെറ്റിനയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ലൈറ്റിനെ കടത്തി വിടുന്നത് ആരാണ്, ഈ കോർണിയ. ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഈ കോർണിയാണ്. ഇതാണ് ഇവരുടെ ഫംഗ്ഷൻ. ഇനി മിഡിൽ ലെയർ ആണ് കൊറോയിഡ്. അപ്പൊ ഇത് നമ്മുടെ കണ്ണിന്റെ
ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്ത് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നു, ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ കൊറോയിഡ് ആണ് ചെയ്യുന്നത്. കൊറോയിഡിന്റെ എക്സ്റ്റൻഡഡ് പോർഷൻ ആണ് സീലറി മസിൽസ്. സീലറി മസിൽസ് കണ്ണിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലെൻസിന്റെ ഒക്കെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി, നമുക്ക് നേരെ നോക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്നത് നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ടായിരിക്കും കാണുന്നത്, അങ്ങനെ ലെൻസിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് സീലറി മസിൽസ്. ഇനി നോക്കാം, സീലറി മസിൽസ് നമുക്ക് ഇവിടെ ഒരു എക്സ്റ്റൻഡഡ് പോർഷൻ ഉണ്ട്, അതാണ് ഐറിസ്. ഈ ഐറിസ് ആണ് നമ്മുടെ കണ്ണിന് ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്യൂപ്പിളിലേക്ക് വരുന്ന ലൈറ്റിനെ അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനും കൂട്ടാനും സഹായിക്കുന്ന ആരാണ്? ഐറിസ് ആണ്. അപ്പൊ നല്ലോണം ലൈറ്റ് വരികയാണെങ്കിൽ ഈ ഐറിസ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചുരുങ്ങും. ഓക്കെ, ഇങ്ങനെ ചുരുങ്ങി കഴിഞ്ഞാൽ പ്യൂപ്പിളിലേക്കുള്ള ആ ഒരു വിട്ട് കുറയും. ഇനിയിപ്പം നല്ല ലൈറ്റ് അല്ല, ചെറിയ ലൈറ്റ് ആണ് വരുന്നതെങ്കിൽ ഈ ഐറിസ് എന്തെങ്കിലും കുറച്ചും കൂടി ഇങ്ങോട്ട് വിട്ട് നിൽക്കും, നല്ല സ്പേസ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്യൂപ്പിളിന്റെ ആ ലൈറ്റ് എന്തെങ്കിലും കുറച്ച് ലാബറേറ്റ് ചെയ്ത് കാണും. അപ്പൊ ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് പ്യൂപ്പിളിന്റെ സൈസ് കുറയ്ക്കാനും കൂട്ടാനും ആര് സഹായിക്കുന്നു? ഐറിസ് സഹായിക്കുന്നു. ഐറിസിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്, അതിനാണ് നമ്മൾ പറയുന്നത് മെലാനിൻ പിഗ്മെന്റ്. അതായത് ഐസിന് ബ്ലാക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കൃഷ്ണമണിക്ക് ബ്ലാക്ക് കളറാണ് അല്ലെ, അപ്പൊ ബ്ലാക്ക് കളർ കൊടുക്കാൻ സഹായിക്കുന്ന പിഗ്മെന്റ് ആയിട്ടുള്ള മെലാനിൻ ഉണ്ട്. അപ്പം മെലാനിന്റെ അളവ് കൂടുകയാണെങ്കിൽ, മെലാനിന്റെ അളവ് കൂടുമ്പോഴാണ് ഐസിന് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കളർ, അല്ലെ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കളർ വരുന്നത്. അത് കുറയുന്ന സമയത്ത് അത് എന്ത് കളറാവുന്നു? ഗ്രീന്, ബ്ലൂ കളർ, ഗ്രേ കളർ, ഇങ്ങനെയുള്ള കളർ വേരിയേഷൻസ് നമ്മുടെ കണ്ണിൽ വരും. മെലാനിൻ കൂടുമ്പോൾ മെലാനിൻ പ്രൊട്ടക്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ലിഗമെന്റ്സ് ഉണ്ട്, നമ്മുടെ ഈ ലിഗമെന്റ്സ് ആണ് ഈ കോൺവെക്സ് ലെൻസിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ് നമുക്കറിയാം. അപ്പം ലെൻസിനെ നമ്മുടെ സീലറി മസിൽസിൽ, അതായത് കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സീലറി മസിൽസ് വേണം. അപ്പൊ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന, അതിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ആരാണ്? ലിഗമെന്റ്സ് ആണ്. നമ്മൾ പറഞ്ഞ ഈ ഓപ്പണിങ്ങിനാണ് നമ്മൾ പറയുന്നത് പ്യൂപ്പിൾ എന്ന്. ഇനി നേരെ നമ്മുടെ കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യും? ലൈറ്റിനെ എവിടേക്ക് എത്തിക്കും? നമ്മുടെ റെറ്റിനയിലേക്ക് എത്തിക്കും. ഓക്കെ, എങ്ങനത്തെ ഇമേജ് ആണ് ഈ കോൺവെക്സ് ലെൻസിലൂടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് സ്മോൾ ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഷേപ്പ് വരച്ചേരെ. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷ്ണമണിക്ക് ചുറ്റോട് കാണുന്ന വൈറ്റ് കളർ പോർഷൻ, ഉള്ളിലുള്ള വൈറ്റ് കളർ പോർഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഐലിഡ്സിന്റെ താഴ്ഭാഗമായിട്ട് കാണുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ കൺജക്റ്റീവ എന്ന് പറയും. കൺജക്റ്റീവ എന്ന് പറയും. ഇപ്പൊ ഈ ഒരു ഭാഗം, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കളർ കൊടുക്കുന്നത്, കണ്ണിന് ബ്ലാക്ക് കളർ കൊടുക്കുന്നതാണ് ആര്? ഐറിസ്. അപ്പൊ ഈ ഒരു ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. നമ്മൾ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ കാണുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഐറിസ് എന്ന് പറയുന്നത്. ഐറിസ് എന്ത് ചെയ്യുന്നുണ്ട്? ഐറിസിൽ രണ്ട് ടൈപ്പ് ഓഫ് മസിൽസ് ഉണ്ട്, സർക്കുലർ മസിൽസും ഉണ്ട്, റേഡിയൽ മസിൽസും ഉണ്ട്. അത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി വരുന്നതിനനുസരിച്ച് അത് രണ്ടും കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പ്യൂപ്പിൾ വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നത്. അപ്പൊ നോക്കാം, അപ്പൊ നമ്മുടെ ഇതിനിടയിൽ നമുക്കൊരു ചെറിയൊരു കൃഷ്ണമണി പോലെ കാണാം അല്ലെ, ആ ഒരു ഭാഗമാണ് പ്യൂപ്പിൾ. എന്താണ് പ്യൂപ്പിൾ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കോർണിയാണ്. ഇതാണ് കോൺവെക്സ് ലെൻസ് ആണ്. ഈ കോൺവെക്സ് ലെൻസിന്റെയും കോർണിയയുടെയും ഇടയിലുള്ള ഈ ഒരു ചേംബറിനെ നമ്മൾ പറയുന്നതാണ് അക്വസ് ചേംബർ. എന്നാണ് അക്വസ് ചേംബർ. ഈ അക്വസ് ചേംബറിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അത് നല്ല വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ആണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ഫ്ലൂയിഡ്. ഇനി നമ്മുടെ ഈ ഒരു കോൺവെക്സ് ലെൻസിന്റെയും റെറ്റിനയുടെയും ഇടയിലുള്ള ഈ ഒരു ചേംബർ നമ്മൾ പറയുന്നതാണ് വിട്രിയസ് ചേംബർ. വിട്രിയസ് ചേംബർ. ഈ വിട്രിയസ് ചേംബറിനുള്ളിൽ ഒരു ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ആണുള്ളത്. വിട്രിയസ് ഫ്ലൂയിഡ് കണ്ണിന്, അതായത് ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന്റെ ഫംഗ്ഷൻ ആണ് ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഈ അക്വസ് ഹ്യൂമർ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു വെച്ചാൽ ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കണ്ണിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഇതിന് പുറത്തു കൂടി ടിഷ്യൂസ് ഒക്കെ പോകുന്നുണ്ടെന്ന് നമുക്കറിയാലോ. ടിഷ്യൂസ്, അപ്പൊ ടിഷ്യൂസിനുള്ളിൽ കൂടെ എന്തുണ്ടാവും? ടിഷ്യൂ ഫ്ലൂയിഡ് പോകുന്നുണ്ടാവും. അപ്പൊ ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് ന്യൂട്രിയൻസും ഈ അക്വസ്
ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത്. ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്വസ് ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആവശ്യമുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കൊടുത്തത് എന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ടേക്ക് ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ കണ്ണിന് പ്രഷർ കൂടും. ഓക്കെ, അവിടെ അതിങ്ങനെ എല്ലാം കൂടി ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് എന്താണ്, അത് തിരിച്ചു പോകുന്നില്ലെങ്കിൽ അതിന്റെ പ്രഷർ കൂടും. അപ്പൊ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? ഈ അക്വസ് ഹ്യൂമർ ആണ്, അല്ലെങ്കിൽ അക്വസ് ഫ്ലൂയിഡ് ആണ് ഇവിടെ കണ്ണിനുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കൊറോയിഡിന്റെ എക്സ്റ്റെൻഡഡ് പോർഷനിൽ വരുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഐറിസ് എന്ന് പറയുന്നത്. ഐറിസ് ആണ് നമ്മുടെ കണ്ണിന് ആ ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നത്. കൊടുക്കാൻ കാരണമായിട്ടുള്ള പിഗ്മെന്റ് അവിടെ ഉണ്ട്, മെലാനിൻ എന്ന് പറയും. അപ്പൊ ഈ ഐറിസ് നമ്മുടെ ലെൻസ് ആണ്, കോൺവെക്സ് ലെൻസ് ആണിത്. ഈ ലെൻസിന്റെ അവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഐറിസിനെ കാണാം. ഈ ഐറിസ് ആണ് ബ്ലാക്ക് കളർ കൊടുക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ലൈറ്റ്, നല്ല ഇന്റൻസ് ലൈറ്റ് ആണ് വരുന്ന സമയത്ത് കണ്ണ് അത്രയും സ്ട്രെയിൻ ചെയ്ത് നിന്നൂടാ. നമുക്ക് ഇങ്ങനെ കണ്ട് നല്ല ലൈറ്റ് വരുമ്പോൾ ഇങ്ങനെ തുറന്നു പിടിച്ച് നിൽക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കൃഷ്ണമണി എന്താണ്, കുറച്ച് ചെറുതാക്കും. അത് എങ്ങനെയാ ചെറുതാവുന്ന വെച്ചാൽ ഈ ഇന്റൻസ് ലൈറ്റ് വരുന്ന സമയത്ത് ഈ ഐറിസ് മുന്നോട്ടേക്ക് കോൺട്രാക്ട് ചെയ്ത് വരും. ഓക്കെ, മുന്നോട്ടേക്ക് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് വരും. ഈ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഇങ്ങനെ വരാൻ വേണ്ടി ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ് സർക്കുലാർ മസിൽസ്. സർക്കുലാർ മസിൽസ് എന്ത് ചെയ്യുന്നു? ഇവിടെ കോൺട്രാക്ട് ചെയ്യുന്നു ഇന്റൻസ് ലൈറ്റ് വരുന്ന സമയത്ത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഈ ഓപ്പണിംഗ് എന്ത് ചെയ്യും? ചെറുതാക്കും. അതായത് കണ്ണിനുള്ളിലുള്ള ഈ ഐറിസിനുള്ളിലെ കൃഷ്ണമണിയുടെ ആ ഒരു വലിപ്പം എന്താകുന്നു? ചെറുതാക്കുന്നു. ഇവിടേക്ക് വരുന്ന ലൈറ്റിന് ഇന്റൻസിറ്റി കുറവാണ്. അപ്പൊ നമുക്ക് ഈ കോൺട്രാക്ഷൻ ഒന്നും ആവശ്യമില്ല, സാധാ പൊസിഷനിലല്ലേ കണ്ണ് കിടക്കാം, അല്ലെ? അപ്പം ഈ ഒരു ഐറിസ് എന്ത് ചെയ്യുന്നു? ഐറിസിലുള്ള റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അപ്പൊ ഇത് ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ വലിഞ്ഞു കിടക്കും. ഇവിടെ എന്താ ഓപ്പണിംഗ് ഉണ്ടാവും, കുറച്ച് വലുപ്പം കൂടും. അപ്പം ഐറിസ് അത് പ്യൂപ്പിളുടെ ഓപ്പണിംഗ് ഡിം ലൈറ്റ്, അതായത് ലൈറ്റിന് ഡെൻസിറ്റി കുറയുന്ന സമയത്ത് നോർമൽ ആ ഒരു ലെവലിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് റേഡിയൽ മസിൽസ് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യും. നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിനുള്ളിലുള്ളത് പറഞ്ഞു. അപ്പൊ ഈ കോൺവെക്സ് ലെൻസ്, ഇതിന്റെ ഔട്ടർ കവറിംഗ് നമ്മൾ പറയും ലെൻസ് ക്യാപ്സ്യൂൾ ആണ് ഇതിന്റെ ഔട്ടർ കവറിംഗ്, ലെൻസ് ക്യാപ്സ്യൂൾ. ഇനി ഈ ഒരു ഉള്ളിലുള്ള ലെൻസ് സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ലെൻസ് എപ്പിത്തീലിയം ഉണ്ട്. ലെൻസ് എപ്പിത്തീലിയം ആണ് ഇതിനുള്ള ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത്. അതായത് ലെൻസ് ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത് ലെൻസ് എപ്പിത്തീലിയം ആണ്. നമ്മുടെ ലൈഫ് ടൈം മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ലെൻസ് ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത് ലെൻസ് എപ്പിത്തീലിയം ആണ്. ഈ ലെൻസ് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രോട്ടീനോടാണ്, അതായത് ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനോടാണ് ഈ ലെൻസ് മൊത്തം ഫോം ചെയ്തിരിക്കുന്നത്. റെറ്റിന, നമ്മുടെ ഇന്നമോസ്റ്റ് ലെയർ ആണ് റെറ്റിന എന്ന് പറയുന്നത്. ഈ റെറ്റിനയിൽ തന്നെ 3 ലെയേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെ ഫോട്ടോ റിസെപ്റ്റർ ലെയർ എന്നും, മിഡിൽ ലെയറിനെ ബൈപോളാർ ലെയർ എന്നും, ഇന്നർ ലെയറിനെ ഗാംഗ്ലിയോണിക് സെൽ ലെയർ എന്നും പറയും. ഓക്കെ, അപ്പൊ ഈ ഫോട്ടോ റിസെപ്റ്റർ ലെയറിലാണ് കുറെ എന്തുള്ളത്? കോൺ സെൽസും റോഡ് സെൽസും ഉള്ളത്. അതായത് വിഷന് കാരണമാകുന്ന ഫോട്ടോ റിസെപ്റ്റർ സെല്ലുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐയിലുള്ള റിസെപ്റ്റേഴ്സ് ആണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്. അതാണ് കോൺ സെൽസും റോഡ് സെൽസും. അപ്പൊ കോൺ സെൽസിലും റോഡ് സെൽസിലും ലൈറ്റ് വരുമ്പോഴാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ റിസെപ്റ്ററിൽ സ്റ്റിമുലസ് എത്തുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇമ്പൾസ് ആണ് നമ്മുടെ ബ്രെയിനിലെത്തി നമുക്ക് റെസ്പോൺസ് ആയിട്ട് വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫോട്ടോ റിസെപ്റ്റർ ലെയറിലാണ് എന്തുള്ളത്? ഈ റിസെപ്റ്റേഴ്സ് ആയിട്ടുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സ്, അതായത് നമ്മുടെ കോൺ സെൽസും റോഡ് സെൽസും ഉള്ളത്. അതിനുള്ളിലാണ് എന്തുള്ളത്? ബൈപോളാർ. ഫോട്ടോ റിസെപ്റ്ററിൽ ഫോം ചെയ്തിട്ടുള്ള ഇമ്പൾസുകൾ എവിടെ എത്തണം? ബൈപോളാർ സെൽ ലെയറിൽ എത്തണം. അത് ഗാംഗ്ലിയോണിക് സെൽ ലെയറിൽ എത്തണം. ഗാംഗ്ലിയോണിക് സെൽ ലെയറിൽ അത് തിരിച്ച് ബ്രെയിനിലേക്ക് എത്തണം. അപ്പം ഈ കോൺ സെൽസും, അതായത് ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഏറ്റവും കൂടുതൽ കാണുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് യെല്ലോ സ്പോട്ട്. ഇനി ഫോട്ടോ റിസെപ്റ്റർ സെൽസ് തീരെ കാണാത്ത ഒരു പോയിന്റിനാണ്, അത് റെറ്റിനയിലുള്ള ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട്. ഈ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാണ് നമ്മുടെ നെർവ്സ്, ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നെർവ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാണെന്നും കൂടെ ഓർത്ത് വെക്കാം. ഫോട്ടോ റിസെപ്റ്റർ ലെയർ, ഉള്ളില് ബൈപോളാർ ലെയർ,
പിന്നെ ഗാംഗ്ലിയോണിക് സെൽ ലെയർ. അപ്പൊ ഫോട്ടോ റിസപ്റ്റർ ലെയറിൽ കാണുന്ന സെല്ലുകളാണ് ഞാൻ പറഞ്ഞു കോൺ സെൽസും ഉണ്ട്, റോഡ് സെൽസും ഉണ്ട്. അപ്പൊ ഈ കോൺ സെൽസും റോഡ് സെൽസിന്റെ ഫംഗ്ഷൻ ആദ്യം നോക്കാം. അപ്പൊ നമ്മൾ ഫോട്ടോ റിസപ്റ്റർ സെല്ലുകളാണെന്ന് അറിയാം. അപ്പൊ ഈ കോൺ സെൽസ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ലൈറ്റ് വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ബ്രൈറ്റ് ലൈറ്റ്, അതായത് നല്ല ഇന്റൻസ് ലൈറ്റില് വിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് അത് കോൺ സെൽസ്. അത് കളർഫുൾ വിഷൻ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കളർഫുൾ വിഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ റോഡ് സെൽസ് എന്ന് പറയുന്നത് ഡിം ലൈറ്റില് വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് റോഡ് സെൽസ്. അതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഇനി റോഡ് സെൽസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ആണ്. കോൺ സെൽസിൻ്റെത് കോൺ ഷേപ്ഡ് ആണ്. കോൺ സെൽസ് ഇതെന്താണ്, സിലിണ്ടറിക്കൽ ഷേപ്ഡ് ആണ് റോഡ് സെൽസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് റോഡ് സെൽസ് ആണ്. അതായത് 9 crores and above 9 crores above ആണ് അത് കാണുന്നത്, റോഡ് സെൽസ് കാണുന്നത്. കോൺ സെൽസ് എന്ന് പറയുന്നത് 45 lakhs ആ റേഞ്ച്, 45 lakhs and above ആ റേഞ്ച് ആണ് ഏതെന്ന് പറയുന്നത് കോൺ സെൽസ്. 45 to ഏറ്റവും കൂടുതൽ കോൺ സെൽസ് കാണുന്ന കണ്ണിലെ പോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് എന്താ, യെല്ലോ സ്പോട്ട്. തീരെ ഈ ഫോട്ടോ റിസപ്റ്റർ സെൽസ് കാണാത്ത പോയിന്റ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും. അടുത്തതാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അല്ലെ നമ്മുടെ കണ്ണിന്റെ എബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റിനെയും കാണാൻ പറ്റും, ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും കാണാൻ പറ്റും. അപ്പം ഇത് എബിലിറ്റി ഓഫ് അവർ ഐ ടു ഫോക്കസ് നിയർ ആൻഡ് ഫാർ ഒബ്ജക്ട് ക്ലിയർലി ഓർ അക്യുറേറ്റ്ലി ഓൺ ദ റെറ്റിന. അപ്പൊ റെറ്റിനയുടെ മുകളിലേക്ക് നമ്മുടെ ഇവിടെയുള്ള അടുത്തുള്ള ഇമേജിനെയും ദൂരെയുള്ള ഇമേജിനെയും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ കണ്ണിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, പവർ ഓഫ് അക്കോമഡേഷൻ. ഇപ്പം നിയർ ഒബ്ജക്റ്റ് ആവുന്ന സമയത്ത് അപ്പം നമ്മളിവിടെ സീലറി മസിൽസും ഉണ്ട്, അതുപോലെ തന്നെ ലിഗമെന്റ്സും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് നിയർ ഒബ്ജക്റ്റ് ആവുന്ന സമയത്ത് ലെൻസിന്റെ സൈസ് എന്തായിരിക്കും, വലുതായിരിക്കും. കുറച്ച് അടുത്താണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ദൂരെ വെക്കുന്നതിന് അത്രയും സ്ട്രെയിൻ നമ്മുടെ കണ്ണിനില്ല. ഇവിടെ വലിയ പ്രഷർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആര് കൂളായിട്ട് നിൽക്കും, നമ്മുടെ ലിഗമെന്റ്സ് ഫ്രീ ആയിട്ട് നിൽക്കുക, ഒരു കോൺട്രാക്ട് ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സീലറി മസിൽസ് എന്ത് ചെയ്യും, അപ്പൊ അവിടെ കോൺട്രാക്ട് നന്നായിട്ട് കോൺട്രാക്ട് ചെയ്യും, ഓപ്പോസിറ്റ് ആയിട്ട് നടക്കും. ലിഗമെന്റ്സ് ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് നിൽക്കുമ്പോൾ സിലറി മസിൽസ് എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു, ഒന്നും വരുന്നില്ല. അടുത്തുള്ള ഒബ്ജക്റ്റ് ആകുമ്പോൾ ഇമേജ് എന്ത് ചെയ്യും, നല്ല ലാർജ് ആയിട്ട് കാണും. ഓക്കെ, ഇനി നമ്മുടെ ഫാർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചൊരു സ്ട്രെയിൻ വരും. അപ്പൊ ആ സ്ട്രെയിൻ എന്താണ്, നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെയിൻ ആണ്. അപ്പൊ കാണാൻ വേണ്ടിയിട്ട് ആര് സ്ട്രെച്ച് ചെയ്യും, ഇവിടെ നമ്മുടെ ലിഗമെന്റ്സ് എന്തെങ്കിലും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആര് റിലാക്സ് ചെയ്ത് കിടക്കും, നമ്മുടെ സീലറി മസിൽസ് റിലാക്സ് ചെയ്ത് കിടക്കും. അപ്പോൾ ഈ ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ലെൻസിന്റെ സൈസ് എന്താവുന്നു, ചെറുതാവുന്നു. ഇവിടെ ഫോം ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ എന്തായിരിക്കും, കുറച്ച് കുറവായിരിക്കും. അപ്പം നമ്മുടെ കണ്ണിന്റെ എബിലിറ്റി ആണല്ലേ, ദൂരെയുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് കാണണം, അടുത്തുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് കാണണം. അപ്പൊ ഇതിൽ രണ്ടിനെയും നമ്മുടെ എവിടേക്ക് ഫോക്കസ് ചെയ്യണം, റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പൊ ഈ രണ്ടിനെയും ഒരേപോലെ നമ്മുടെ ഈ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള നമ്മുടെ കണ്ണിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ പറയുന്നത് പവർ ഓഫ് അക്കോമഡേഷൻ. അപ്പൊ നമ്മൾ റെറ്റിനയിലുള്ള 3 ലെയേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെയർ ആണ്, അതിലെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഫോട്ടോ റിസപ്റ്റർ ലെയർ. അവിടെയാണ് ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഉള്ളത്, കോൺ സെൽസും റോഡ് സെൽസും. ഇതാണ് അവിടെ റിസപ്റ്റർ സെൽസ് എന്ന് പറയുന്നത്. റിസപ്റ്ററിൽ വന്ന് നമ്മുടെ സിഗ്നൽ ആയിട്ടുള്ള ലൈറ്റ് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇമ്പൾസ് നേരെ ബൈപോളാർ സെൽ ലെയറിലേക്ക് എത്തും. ബൈപോളാർ സെൽ ലെയറിൽ നിന്ന് ഇത് ഗാംഗ്ലിയോണിക് സെൽ ലെയറിലേക്ക് എത്തുന്നു. ഗാംഗ്ലിയോണിക് സെൽ ലെയറിൽ ഒപ്റ്റിക് നെർവ് വഴി ഇത് എവിടേക്ക് എത്തും, ബ്രെയിനിലേക്ക് എത്തും. ബ്രെയിൻ തിരിച്ചു റെസ്പോൺസ് കൊടുക്കും. അതാണ് നമുക്ക് വിഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ നോക്കുകയാണെങ്കിൽ ഈ ബൈപോളാർ സെൽ ലെയറിൽ നമുക്ക് ഓൺ ആവുന്ന സമയത്ത്, അതായത് ബൈപോളാർ സെൽസിൽ ഓൺ സെൽസും ഉണ്ട്, ബൈപോളാർ ഓഫ് സെൽസും ഉണ്ട്. അപ്പൊ ഈ ബൈപോളാർ ഓൺ സെൽസും ബൈപോളാർ ഓഫ് സെൽസും അനുസരിച്ച് പുറത്ത് നമ്മൾ ഡാർക്ക് ആണോ അല്ലെങ്കിൽ പുറത്ത് വെളിച്ചമാണോ ലൈറ്റ് ആണോ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ സഹായത്താലാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫോട്ടോ റിസപ്റ്റർ ലെയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ കൂടിയാൽ, ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ,
ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈപോളാർ സെൽ ലെയറിൽ ഓൺ ബൈപോളാർ സെൽസും ഉണ്ട്, ഓഫ് ബൈപോളാർ സെൽസും ഉണ്ട്. ഈ ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് ഓഫ് ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആവും. ഓൺ ബൈപോളാർ സെൽസ് ഇൻആക്ടിവേറ്റഡ് ആവും. ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഓഫ് ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡും ഓൺ ബൈപോളാർ സെൽസ് ഇൻആക്ടിവേറ്റഡ് ആവും. ആ സമയത്ത് നമുക്ക് എന്താണ്, ഡാർക്ക്നെസ് ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. അതായത് പുറത്ത് ഡാർക്ക്നെസ് ആണ് നമ്മൾ സെൻസ് ചെയ്യുന്നത്. എങ്ങനെയാണ്, ഗ്ലൂട്ടാമേറ്റ് പ്രൊഡക്ഷൻ കൂടും, ആ സമയത്ത് ഓഫ് ബൈപോളാർ സെൽസ് എന്താണ്, ആക്ടിവേറ്റഡ് ആയിട്ട് കിടക്കും, ഓൺ ബൈപോളാർ സെൽസ് ഇൻആക്ടിവേറ്റഡ് ആയിട്ട് കിടക്കും. നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഓഫ് ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആണെങ്കിൽ എന്താണ്, ഡാർക്ക്നെസ് ആണ്. ഓൺ ബൈപോളാർ സെൽസ് ഇൻആക്ടിവേറ്റഡ് ആണെങ്കിൽ എന്താണ്, ഡാർക്ക്നെസ് ആണ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഗ്ലൂട്ടാമേറ്റ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചാണ്. ഇവിടെ ഓഫ് ബൈപോളാർ സെൽസ് എന്താവും, ഇൻആക്ടിവേറ്റഡ് ആയിട്ട് കിടക്കും. ഓൺ ബൈപോളാർ സെൽസ് എന്ത് ചെയ്യുന്നു, ആക്ടിവേറ്റഡ് ആയിട്ട് കിടക്കും. അപ്പൊ ഓൺ ബൈപോളാർ സെൽസ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ്നെസ് ആണ് അവിടെ കാണിക്കുന്നത്, ലൈറ്റ് ആണ്, പുറത്ത് ലൈറ്റ് ആണ്. അപ്പൊ ഓൺ ബൈപോളാർ സെൽസ് ആക്റ്റീവ് ആവാൻ കാരണം എന്താ, ഗ്ലൂട്ടാമേറ്റ് പ്രൊഡക്ഷൻ ഇവിടെ കുറഞ്ഞു. ഗ്ലൂട്ടാമേറ്റ് പ്രൊഡക്ഷൻ കുറയുന്ന സമയത്ത് ഓൺ ബൈപോളാർ സെൽസ് എന്താവുന്നു, ആക്ടിവേറ്റഡ് ആവുന്നു. പുറമെ എന്തായിരിക്കും, ലൈറ്റ് കണ്ടീഷൻ ആണ് നമ്മൾ സെൻസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നമുക്ക് നമ്മുടെ ഫോട്ടോ റിസപ്റ്റർ സെൽ ലെയറിലുള്ള കോൺ സെൽസ് ആണ് നമുക്ക് കളേർഡ് വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു അല്ലെ. കോൺ സെൽസ് ആണ് നമുക്ക് കളേർഡ് വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കളർ വിഷൻ എന്ന് പറയുമ്പോൾ കളർ വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കോൺ സെൽസ് ആണ്. കോൺ സെൽസ് നമ്മുടെ മെയിൻ 3 ടൈപ്പ് പഠിക്കാനുണ്ട്. എസ് കോൺ സെൽസ്, എം കോൺ സെൽസ്, എൽ കോൺ സെൽസ്. എസ് കോൺ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന കളറാണ് ബ്ലൂ കളർ. എം കോൺ സെൽസ് ആണെങ്കിൽ ഗ്രീൻ കളർ. എൽ കോൺ സെൽസ് ആണെങ്കിൽ റെഡ് കളർ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കണ്ടുപിടിച്ച കോഡ് പറയുന്നത് സായിബാബ എന്തെങ്കിലും ഒരു പ്രശ്നം കോഡ് പഠിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക, വേറെ ഒന്നിനും ആരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. സായിബാബയ്ക്ക് മൈഗ്രെയിൻ വന്നു. ഓക്കെ, മൈഗ്രെയിൻ, സായിബാബയ്ക്ക് മൈഗ്രെയിൻ വന്നു. അതായത് എസ് ഫോർ ബ്ലൂ കളർ, എം കോൺ സെൽസ് ഗ്രീൻ കളർ. എന്തുകൊണ്ടാ, ലവിന് റെഡ് കളർ ആയതുകൊണ്ട്. അപ്പം സായിബാബ മൈഗ്രെയിൻ വന്നു, ലവിന് റെഡ് കളർ ആയതുകൊണ്ട്. എസ് കോൺ സെൽസിന് ബ്ലൂ കളർ, സായിബാബ. ഓക്കെ, എം കോൺ സെൽസ് ഗ്രീൻ കളർ, എൽ കോൺ സെൽസ് റെഡ് കളർ. ഇനി ഈ 3 കോൺ സെൽസും ഡിഫറെന്റ് പ്രൊപ്പോർഷനിൽ സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഓരോ കളേഴ്സ് ഫോം ചെയ്യും. നമുക്കറിയാം നമ്മൾ ബേസിക് കളറാണ് ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്. അപ്പൊ ഇത് 3ഉം നമ്മൾ ഇങ്ങനെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന സമയത്ത് പല പല കളേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഈ 3 കോൺ സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ 3 കോൺ സെൽസിനും ഡിഫറെന്റ് പ്രൊപ്പോർഷനിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ എന്താണ് കളേഴ്സ് ഫോം ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ബ്ലൂ ആൻഡ് ഗ്രീൻ കളറാണ് സ്റ്റിമുലേറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് കിട്ടുന്ന കളറാണ് സിയാൻ അല്ലെങ്കിൽ സ്കൈ ബ്ലൂ എന്ന് പറയുന്നത്. സ്കൈ ബ്ലൂ ഓർ സിയാൻ. ഇനി നമ്മുടെ എസ് കോൺ സെൽസും എൽ കോൺ സെൽസും ആണ് കമ്പൈൻ ചെയ്തതെങ്കിൽ പർപ്പിഷ് പിങ്ക് ഓർ നമുക്ക് കിട്ടുന്ന കളറാണ് മജന്ത അല്ലെങ്കിൽ പർപ്പിഷ് പിങ്ക് എന്ന് പറയും. ഇനി നമ്മുടെ എം കോൺ സെൽസും എൽ കോൺ സെൽസും കൂടിയാണ് സ്റ്റിമുലേറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് കിട്ടുന്ന കളറാണ് യെല്ലോ. ഇത് നമുക്ക് സിയാൻ അല്ലെങ്കിൽ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ സിയാൻ. ഇത് ഗ്രീൻ ആൻഡ് റെഡ് ആണ് സ്റ്റിമുലേറ്റ് ചെയ്തതെങ്കിൽ കിട്ടുന്നതാണ് യെല്ലോ കളർ. ഇനിയിപ്പം എസ് പ്ലസ് എം പ്ലസ് എൽ, അതായത് 3ഉം കൂടെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന കളറാണ് വൈറ്റ് കളർ. അപ്പം കളർ വിഷൻ തരുന്നത് കോൺ സെൽസ് ആണ്. മെയിൻ ടൈപ്പ് എസ് എം എൽ, എസ് കോൺ സെൽസ്, എം കോൺ സെൽസ്, എൽ കോൺ സെൽസ്. എസ് കോൺ സെൽസ് തരുന്ന, അതായത് എസ് കോൺ സെൽസ് പ്രൊവൈഡ് ചെയ്യുന്ന കളറാണ് ബ്ലൂ, എം കോൺ സെൽസ് ആണെങ്കിൽ ഗ്രീൻ, എൽ കോൺ സെൽസ് ആണെങ്കിൽ റെഡ്. ഇനി ഇത് ഡിഫറെന്റ് പ്രൊപ്പോർഷനിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കളേഴ്സ് ഫോം ചെയ്യും. നമ്മുടെ
ഹ്യൂമർ ഉണ്ട് അല്ലെ, നമ്മുടെ അക്വസ് ചേമ്പറിലെ അക്വസ് ഹ്യൂമർ ഉണ്ട്. ഈ ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്നാണ് ഫ്ലൂയിഡ് എന്നിട്ട് അബ്സോർബ് ചെയ്യുന്നത്. ഈ അക്വസ് ഹ്യൂമറിലേക്ക് ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നതാണ്, തിരിച്ച് നേരെ ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് തന്നെ ഇവിടെ ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കൊടുത്തതിന് ശേഷം തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ തിരിച്ചു പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിൽ എന്ത് കൂടും, കണ്ണിലെ പ്രഷർ കൂടും. പ്രഷർ കൂടുന്ന സമയത്ത് നെർവ്സ് ഒക്കെ ഡാമേജ്, ഒപ്റ്റിക് നെർവ് ഒക്കെ ഡാമേജ് ആയിപ്പോ നമ്മുടെ ഐ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥയാണ് പറയുന്നത് എന്ത്, ഗ്ലോക്കോമ. ഫെയിലർ ഇൻ റീഅബ്സോർപ്ഷൻ ഓഫ് ദ അക്വസ് ഹ്യൂമർ. അതെന്തിന് കാരണമാകും, ഒപ്റ്റിക് നെർവ് ഡാമേജ് ആയിട്ട് കണ്ണ് ഡാമേജ് ആവാനുള്ള സാധ്യത കൂട്ടുന്നു. അതാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. പ്രഷർ റിഡ്യൂസ് ചെയ്യാനുള്ള സർജറീസ് ചെയ്യാം, നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാം, ഐ ഡ്രോപ്സ് ഒറ്റിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ക്യൂർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ലാസ്റ്റ് കൺജക്റ്റിവൈറ്റിസ് ആണ്. കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ മൂലം നമ്മുടെ കണ്ണിന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസോർഡർ ആണ്. ഇപ്പൊ നമുക്ക് ചില സമയത്ത് അതായത് ചെങ്കണ്ണ് എന്നൊക്കെ പറയും. ഇപ്പം കണ്ണ് ഈ ഒരു കൺജക്റ്റീവിന്റെ ഈ ഭാഗം മൊത്തം എന്താണ്, റെഡ് കളറായി കിടക്കും. നമ്മള് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അപ്പൊ ഈ ഒരു അവസ്ഥ പെട്ടെന്ന് സ്പ്രെഡ് ആവും. ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മള് ക്ലെൻലിനെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോപ്പർ ഹൈജീനിക് അല്ലാത്ത സമയത്തൊക്കെയാണ് ഇത് വരുന്നത്. അതായത് ടോട്ടലായിട്ട് നോക്കിയിട്ടുള്ളത് ഓഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഷോർട്ട് സൈറ്റഡ്നെസ്, ലോങ് സൈറ്റഡ്നെസ്, അസ്റ്റിഗ്മാറ്റിസം, കാറ്ററാക്ട്, ഗ്ലോക്കോമ, അതുപോലെ തന്നെ കൺജക്റ്റിവൈറ്റിസ്, ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള അസുഖങ്ങൾ. അങ്ങനെയാണ് വരുന്നത്, എങ്ങനെ ക്യൂർ ചെയ്യാം, എന്തൊക്കെ ഡാമേജ് ആണ് കണ്ണിന് ഉണ്ടാവുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കാം. കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്താണ്, ഒരു ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ആദ്യം കുറച്ച് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും, പിന്നെ ചെറിയ ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും. അതിന് നമ്മൾ സ്നെല്ലൻ ചാർട്ട് എന്നാണ് പറയുന്നത്. ഐസൈറ്റ് എത്രത്തോളം ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്നെല്ലൻ ചാർട്ട് വേണ്ടിയിട്ടാണ്. അപ്പൊ ഗ്ലോക്കോമയൊക്കെ പോലുള്ള അവസ്ഥയൊക്കെ നമ്മൾ ടോണോമീറ്റർ വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ കണ്ണിന്റെ കാഴ്ചശക്തി നമുക്ക് അളക്കാൻ പറ്റും. അപ്പം ഈ കണ്ണിന്റെ മെയിൻ പറയുന്നത് ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ഒരു ഫീൽഡാണ് കണ്ണിന്റെ ഫീൽഡ്. MBBS കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒപ്റ്റോമെട്രി എന്നുള്ള ഫീൽഡിൽ PG MD ഒക്കെ എടുക്കാൻ പറ്റും. ബ്ലൂ ആൻഡ് ഗ്രീൻ പിഗ്മെന്റിന് കാരണമാകുന്ന ജീൻസ് പ്രസന്റഡ് ആയിട്ടുള്ളത് എക്സ് ക്രോമസോമിലും, റെഡ് പിഗ്മെന്റിന് കാരണമാകുന്ന ജീൻസ് പ്രസന്റഡ് ആയിട്ടുള്ളത് നമ്മുടെ 7th ക്രോമസോമിലാണ്. നമുക്ക് 46 ക്രോമസോംസ് ആണുള്ളത്. അതായത് 23 പെയർ ഓഫ് ക്രോമസോംസ്, 2 സെക്സ് ക്രോമസോംസ് ആണ്. അതായത് മെയിൽസിലാണെങ്കിൽ XYയും ഫീമെയിൽസിലാണെങ്കിൽ XX. അപ്പം 7th ക്രോമസോമിലാണ് ആര് കാണുന്നത്, റെഡ് പിഗ്മെന്റിന് കാരണമാകുന്ന ജീൻസ് കാണുന്നത്. ബ്ലൂ ആൻഡ് ഗ്രീൻ പിഗ്മെന്റിന് കാരണമാകുന്ന ജീൻസ് കാണുന്നത് എക്സ് ക്രോമസോംസിലാണ്. ഓക്കെ, അപ്പൊ മെയിൽസിനാകും ഒരു X ഉള്ളൂ, നമ്മുടെ ഫീമെയിൽസിനാണ് 2 X വരുന്നത്. അപ്പം ഈ നമ്മുടെ കളർ ബ്ലൈൻഡ്നെസ് പോലുള്ള അസുഖങ്ങൾ, അതായത് നമ്മുടെ ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻ കളേഴ്സ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്പെസിഫിക് കളേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അസുഖം കൂടുതലായിട്ട് ഉണ്ടാവുക മെയിൽസിലാണ്. അതായത് അവർക്ക് ഒരു X ആയിരുന്നു അല്ലെ. അപ്പൊ മെയിൽസിന്റെ കേസിലാണെങ്കിൽ ഒരു X ഉം ഒരു Y ഉം ആണ്. നമ്മുടെ കേസിലാണെങ്കിൽ 2 X ഉണ്ട്. അപ്പം അവരുടെ കേസിൽ ഇപ്പം ഒരു X-ന് ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരാളില്ല. അപ്പം അവരിലാണ് കൂടുതൽ കളർ ബ്ലൈൻഡ്നെസ് കാണുന്നത്. നമ്മുടെ കേസിലാണെങ്കിൽ അത് കരിയർ ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ, അടുത്ത ഒരാളും കൂടി ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒരു കരിയർ ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. അടുത്തത് ബൈനോക്കുലർ വിഷൻ ആണ്. ബൈനോക്കുലർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊരു ഒബ്ജക്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് 2 കണ്ണുണ്ട് അല്ലെ. അപ്പൊ ഒരു കണ്ണ് അടച്ചു വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഈ കണ്ണ് അടച്ചു വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ 2 കണ്ണിലൂടെയും കൂടി കാണുന്നത് നമുക്ക് എന്ത് സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ആയിട്ടാണോ കാണുന്നത്, അല്ല, ഒരൊറ്റ ഇമേജ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ കണ്ണിലൂടെ കാണുന്ന ഇമേജിനെയും ഈ കണ്ണിലൂടെ കാണുന്ന ഇമേജിനെയും എന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിനിലുള്ള വിഷ്വൽ കോർട്ടക്സിലേക്ക് ആ ഇമേജിനെ സെൻഡ് ചെയ്യും. ആ ഇമേജിനെ സെൻഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു, നമുക്കൊരു സിംഗിൾ 3 ഡയമെൻഷണൽ ഇമേജ് ആയിട്ടാണ് ആ വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് ബൈനോക്കുലർ വിഷൻ എന്ന്. അപ്പൊ അടുത്തത് ഐ ഡിഫക്റ്റ് ആണ്. ഐ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലുണ്ടാവുന്ന ഒരു അബ്നോർമൽ കണ്ടീഷൻ, അതായത് ഒരു ബ്ലർഡ് വിഷനോ അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് വിഷനോ കാരണമാകുന്ന ഒരു അബ്നോർമാലിറ്റിക്കാണ് നമ്മൾ ഐ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. കുറെ ടൈപ്പ് ഓഫ് ഐ ഡിഫക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് നമ്മൾ ഷോർട്ട് സൈറ്റഡ്നെസ്, ലോങ് സൈറ്റഡ്നെസ്.
ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത് അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണാം, ദൂരെയുള്ള ഒബ്ജക്റ്റിനെ എന്താൻ പറ്റില്ല, കാണാം, അധികം ബ്ലേർഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവിടെ നോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ് റിട്ടിനയുടെ മുകളിൽ ഫോം ചെയ്യും. ഇവിടെ എന്ന് പറയുമ്പോൾ ആ ലെൻസിന്റെ സൈസ് എന്തായിരിക്കും, ലാർജർ ആയിരിക്കും. ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജ് എവിടെയായിരിക്കും, നമ്മുടെ റെറ്റിനയുടെ ഇൻഫ്രണ്ട് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. നമുക്ക് എന്ത് വെച്ച് ക്യൂർ ചെയ്യാൻ പറ്റും, സ്പെക്ടക്കിൾസ് വിത്ത് കോൺകേവ് ലെൻസ് വെച്ച് ക്യൂർ ചെയ്യാൻ പറ്റും. ഇനി ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത് ലോങ് ആയിട്ട് ഡിസ്റ്റന്റ് ആയിട്ട് ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, അടുത്തുള്ള ഒബ്ജക്റ്റിന് എന്താണ് ബ്ലേർഡ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് ഇവിടെ നോക്കാം, അങ്ങനെയുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് അവിടെ ലെൻസ് എന്തായിരിക്കും, വളരെ ചെറിയ ലെൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജ്, നമ്മുടെ ഷോർട്ട് സൈറ്റഡ്നെസിന്റെ കേസിലെ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന ആണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ റെറ്റിന ആയിരിക്കും. അതായത് ലോങ് സൈറ്റഡ്നെസിന്റെ കേസ് വരുമ്പോൾ ബിഹൈൻഡ് ദ റെറ്റിനയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു കണ്ടീഷൻ മാറാൻ വേണ്ടി നമുക്ക് സ്പെക്ടക്കിൾസ് വിത്ത് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യാം. കോൺവെക്സ് ലെൻസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ ഷോർട്ട് സൈറ്റഡ്നെസിന്റെ കേസിലാണെങ്കിൽ കോൺകേവ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? അതായത് ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും, ദൂരെയുള്ള ഒബ്ജക്റ്റിനെ ബ്ലേർഡ് ആയിട്ടാണ് കാണുന്നത്. ലോങ് സൈറ്റഡ്നെസ് ദൂരെയുള്ള ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാം, അടുത്തുള്ള ഒബ്ജക്റ്റിനെ എന്താണ് ബ്ലേർഡ് ആയിട്ടാണ് കാണുന്നത്. അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് ഷോർട്ട് സൈറ്റഡ്നെസ് കേസിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയാണ്, ലോങ് സൈറ്റഡ്നെസിന്റെ കേസിലാണെങ്കിൽ ബിഹൈൻഡ് ദ റെറ്റിനയാണ്. ഇത് നമുക്ക് എന്ത് വെച്ച് ക്യൂർ ചെയ്യാം, സ്പെക്ടക്കിൾസ് വിത്ത് കോൺകേവ് ലെൻസ് വെച്ചിട്ട് ഷോർട്ട് സൈറ്റഡ്നെസ് ക്യൂർ ചെയ്യാം. ലോങ് സൈറ്റഡ്നെസ് നമുക്ക് സ്പെക്ടക്കിൾസ് വിത്ത് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. അസ്റ്റിഗ്മാറ്റിസം പറഞ്ഞു, നമ്മൾ ലൈറ്റ് എങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യും, നമ്മുടെ ഇമേജിനെ നമ്മുടെ റെറ്റിനയുടെ മുകളിൽ ഫോക്കസ് ചെയ്യും. അപ്പൊ റെറ്റിനയുടെ ഒരു സിംഗിൾ പോയിന്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ലെൻസിലുള്ള കർവേച്ചറിന്റെയും കോർണിയയുടെ കർവേച്ചറിന്റെയും എന്തെങ്കിലും ഒരു പാകപ്പിഴവുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കർവേച്ചറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ട് ഇവിടുന്ന് വരുന്ന ലൈറ്റ് സിംഗിൾ പോയിന്റിലല്ലാണ്ട് മൾട്ടിപ്പിൾ പോയിന്റിലേക്കായിട്ട് ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ലൈറ്റ് ഇവിടെ വരുന്നത് നമ്മുടെ സിംഗിൾ പോയിന്റിലല്ലാണ്ട് ഈ മൾട്ടിപ്പിൾ പോയിന്റിലേക്കായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു ബ്ലേർഡ് ആയിട്ടുള്ള വിഷൻ അല്ലെങ്കിൽ ഒരു ക്ലിയർ അല്ലാത്തൊരു വിഷൻ നമുക്ക് തരുന്ന ആ ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്, അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഈ അസ്റ്റിഗ്മാറ്റിസത്തിന്റെ കേസിൽ സിലിണ്ടറിക്കൽ ലെൻസ്. അടുത്തതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മൂലം വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിം ലൈറ്റിൽ ഡിക്രീസ് ആയിട്ടുള്ള വിഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലേർഡ് ആയിട്ടുള്ള വിഷൻ ആണ് കാണുന്നത്. ഇത് എന്താ വെച്ചാൽ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് കുറയുമ്പോഴൊക്കെയാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. അപ്പം നന്നായിട്ട് വൈറ്റമിൻ എ റിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം എന്ന് പറയുന്നത്. ഇവിടെ ഡിം ലൈറ്റ് വിഷൻ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡ്സിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ഈ ഒരു നൈറ്റ് ബ്ലൈൻഡ്നെസ് വരുന്നുണ്ടാവുക. അപ്പൊ വൈറ്റമിൻ എ ആയിട്ടുള്ള എ റിച്ച് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫി വെജിറ്റബിൾസ്, എഗ്ഗിന്റെ യോക്ക്, ക്യാരറ്റ്, സ്പൈനച്ച്, വൈറ്റമിൻ എ റിച്ച് ഫുഡുകളൊക്കെ നന്നായിട്ട് കഴിക്കുക. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആണ്. ഈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കുറച്ച് അധിക കാലം നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡ്സിന് ചെറിയൊരു ഡാമേജ് വരും അല്ലെ. ആ ഡാമേജ് എന്തിന് കാരണമാകുന്നു, ഡിം ലൈറ്റ് വിഷൻ കുറയ്ക്കാൻ കാരണമാകുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥ കുറേ കാലങ്ങളിലേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. ഈ പ്രൊലോങ്ഡ് വൈറ്റമിൻ ഡെഫിഷ്യൻസി, പ്രൊലോങ്ഡ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്തിന് കാരണമാകും, സിറോഫ്താൽമിയയ്ക്ക് കാരണമാകുന്നു. സിറോഫ്താൽമിയ എന്നൊരു അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ എന്താണ്, വൈറ്റമിൻ എ വെച്ചിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് വൈറ്റമിൻ എ കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ്സിലേക്ക് തന്നെ ലീഡ് ചെയ്യാം. അത് നമുക്ക് വൈറ്റമിൻ എ വെച്ചിട്ട് തന്നെ ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. ഷോർട്ട് സൈറ്റഡ്നെസ്സിനെ മയോപ്പിയാന്നും ലോങ് സൈറ്റഡ്നെസ്സിനെ ഹൈപ്പർ മെട്രോപ്പിയാന്നും കൂടെ പറയും കേട്ടോ, നിങ്ങൾ ഓർത്ത് വെക്കണേ. ഇതാണ് കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിരം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഏജിങ് കൊണ്ട് വരാം. ഇപ്പം വയസ്സായ ആൾക്കാരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് തിമിരം. അത് തന്നെ നമ്മുടെ കണ്ണിന്റെ ലെൻസ് ഒപ്പേക്ക് ആയിട്ട് മാറാം. ഒപ്പേക്ക് ആയിട്ട് മാറാൻ ട്രാൻസ്പാരൻസി നഷ്ടപ്പെടുക, നോൺ ട്രാൻസ്പാരന്റ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ട് മാറുക. ആ ഒരു അവസ്ഥയാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ വയസ്സായവരിൽ കാണാം, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ, കണ്ണിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വരാം. ഡയബറ്റിക് കണ്ടീഷൻ കൂടുകയാണെങ്കിൽ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ കണ്ണില് കുറേ നേരത്തേക്ക് നമ്മൾ UV റേഡിയേഷൻസുമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ
ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ കാറ്ററാക്ട് വരാം. അതായത് നമ്മുടെ കണ്ണിന്റെ ലെൻസ് ഒപ്പേക്കായി പോകുന്ന അവസ്ഥയാണ് ഈ കാറ്ററാക്ട് എന്ന് പറയുന്നത്. നമുക്ക് ലെൻസ് റീപ്ലേസ്മെന്റ് സർജറി വഴി അത് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത് തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി. നമ്മൾ പറഞ്ഞു ഡയബറ്റിക് ഉണ്ടെങ്കിൽ ഡയബറ്റിക് കണ്ടീഷൻ നമ്മൾ കൺട്രോൾ ചെയ്ത് ഡയബറ്റിക് വരാതെ നോക്കുക. ഡയബറ്റിക് വന്നാൽ അത് കൺട്രോൾ ചെയ്ത് പോകണം. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് കൂടി പോവാണ് അവസ്ഥ വരുന്നതാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഓരോ ഓർഗൻസിനെ ഇത് ബാധിക്കും. അപ്പം ഐയിന്റെ ബ്ലഡ് സെൽസിനൊക്കെ ഇത് എഫക്ട് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡ് വിഷൻ കാരണമാകും. ഇത് കണ്ണ് മര്യാദയ്ക്ക് കാണൂല. ഓക്കെ, ഡയബറ്റിക് വരുന്ന സമയത്ത് ഡാമേജ് ബ്ലഡ് വെസൽസ് ഓഫ് ദ റെറ്റിന, ഐസൈറ്റ് റെഡ്യൂസ്ഡ് ആയിപ്പോകും. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ്, ഐ ലെൻസ് സർജറി ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലോക്കോമ, എക്വസ് നമുക്ക് ഒപ്റ്റോമെട്രി പഠിക്കാനുള്ള ഡിപ്ലോമ കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി സാധ്യത ഹോസ്പിറ്റൽ ഫീൽഡുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത വരുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കുറെ സ്ക്രീൻ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, കുറെ ഫോണും മൊബൈൽ, അതൊക്കെ സ്ക്രീൻ ടൈംസ് ഒക്കെ കുറയ്ക്കുക. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്, അതായത് ഒരു 7 മണിക്കൂർ ഉറക്കം. അധികം ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ കണ്ണ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി പോകും. അപ്പം പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക. അതുപോലെ തന്നെ നല്ല ക്ലീൻ വാട്ടർ കൊണ്ട് ഐസ് വാഷ് ചെയ്യുക. പ്രോപ്പർ ക്ലെൻലിനെസ് ആൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അവിടെ ഇവിടെ തൊട്ട് കൈ കൊണ്ടൊന്നും കണ്ണ് പോയി തുടങ്ങരുത്. അപ്പം പിന്നെ എന്താണ്, നമ്മൾ വൈറ്റമിൻ എ റിച്ച് ഫുഡുകൾ, സി റിച്ച് ഫുഡുകൾ, സിങ്ക് റിച്ച് ഫുഡുകളൊക്കെ കഴിക്കുക. അടുത്ത സെൻസ് ഓർഗൻ ആണ് ഇയർ. അപ്പൊ ഇയറിൽ നമുക്ക് ഹിയറിംഗ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ എബിലിറ്റി ആണ്. എന്താണ്, ഒരു സൗണ്ട് ഡിറ്റക്ട് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള നമ്മുടെ ഇയേഴ്സിന്റെ എബിലിറ്റിയാണ് നമ്മൾ പറയുന്നത് ഹിയറിംഗിന്. അപ്പം ഈ ഹിയറിംഗിന് സഹായിക്കുന്ന ആരാണ്? ഇയേഴ്സ് ആണ്. അപ്പൊ ഇയേഴ്സിന്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കണം. മൈൻഡിന്റെ സ്ട്രക്ചർ പഠിച്ച പോലെ തന്നെ നോക്കാം. ഇത് നമ്മുടെ ചെവിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ചെവിയാണ് ഞാനിപ്പോ വരച്ചിട്ടുള്ളത്. ഇത് ഔട്ടർ മോസ്റ്റ് പാർട്ട് ആണ്. അപ്പൊ ഇയറിന് നമുക്ക് ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിൽ ഫസ്റ്റ് ഔട്ടർ പാർട്ടാണ് പറയുന്നത്. ഈ ഔട്ടർ പാർട്ടിൽ നമുക്ക് പുറമേ കാണാൻ പറ്റുന്ന ഈ ഒരു ഭാഗമാണ് പിന്ന. ഈ ഔട്ടർ മോസ്റ്റ് പാർട്ടിനാണ് നമ്മൾ പിന്ന എന്ന് പറയുന്നത്. ഈ പിന്ന എന്ന് പറയുന്നത് ഈ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ചെവിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ആരാണ്? ഈ പിന്നെയാണ്. അതുപോലെ തന്നെ സൗണ്ടിനെ ഡിറ്റക്ട് ചെയ്യും, സൗണ്ടിന്റെ ഡയറക്ഷൻ എവിടെയാണെന്ന് ഡിറ്റക്ട് ചെയ്യും. അതിനെ എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നു? ഓഡിറ്ററി കനാലിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നത്. സൗണ്ട് വേവ്സിനെ ഓഡിറ്ററി കനാലിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ആ സൗണ്ട് വേവ്സ് എവിടെയാണെന്ന് ഡിറ്റക്ട് ചെയ്യുന്നു. അപ്പൊ എവിടെയെങ്കിലും സൗണ്ട് ഉണ്ടായി നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കും. അതുകൊണ്ടാ അവിടെയാണെന്ന് ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സഹായിക്കുന്ന ആരാണ്? പിന്നെയാണ്. അപ്പൊ പിന്നെ അത് ഡയറക്ഷൻ മനസ്സിലാക്കുന്നു, അത് എവിടേക്ക് ഡയറക്ട് ചെയ്യുന്നു? ഓഡിറ്ററി കനാലിലേക്ക് ഡയറക്ട് ചെയ്യുന്നു. അപ്പൊ ഔട്ടർ മോസ്റ്റ് പാർട്ട്, ഔട്ടർ ലെയർ ഓഫ് ഇയർ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടാണ് പിന്ന എന്ന് പറയുന്നത്. പിന്നെ പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഐഡന്റിഫിക്കേഷൻ, ഡയറക്ഷൻ ഓഫ് ദ സൗണ്ട് വേവ്സ് ആൻഡ് ഹെൽപ്പ് ടു ഡയറക്ട് ദ സൗണ്ട് വേവ്സ് ടു ഓഡിറ്ററി കനാൽ. അപ്പൊ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കനാലല്ല. നമുക്ക് നോക്കാം, അവിടെ ഒരു എസ് ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു വളഞ്ഞിട്ടുള്ള എസ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കനാലാണ് ഈ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത്. ഈ ഓഡിറ്ററി കനാലും എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ഇയറിന്റെ പാർട്ടാണ്. അപ്പൊ നമുക്ക് നമ്മൾ ബഡ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തിരിക്കുമ്പോൾ അത് നേരെ ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്? ഓഡിറ്ററി കനാലാണ്. നമുക്ക് കൈയൊക്കെ ഈ ചെറിയ വിരലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്നത് എങ്ങോട്ടാണ്? ഓഡിറ്ററി കനാലിലേക്കാണ്. ഈ ഓഡിറ്ററി കനാൽ എന്ത് ചെയ്യുന്നു? സൗണ്ട് വേവ്സിനെ എവിടേക്ക് ഡയറക്ട് ചെയ്യുന്നു? മിഡിൽ ഇയറിലേക്ക് ഡയറക്ട് ചെയ്യുന്നു. ഓഡിറ്ററി കനാലിൽ കുറെ ഹെയർസ് ഉണ്ട്. ഓക്കെ, ഹെയർസ് ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രാണിയോ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോവാണ്ട് ഇതിനെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? ഈ ഹെയർസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇയർ വാക്സ്, സെബം ഒക്കെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇയർ വാക്സ്, സെബം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രിവെന്റ് ചെയ്യാൻ, ഉള്ളോട്ട് പോവാതെ പ്രിവെന്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയറും ഉണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത്. അതായത് പിന്നെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ മാത്രമല്ല, അത് സൗണ്ട് വേവ്സിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കി അതിനെ എങ്ങോട്ടേക്ക് ഡയറക്ട് ചെയ്യുകയും ചെയ്യുന്നു? നമ്മുടെ ഓഡിറ്ററി കനാലിലേക്ക് ഡയറക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത് എസ് ഷേപ്ഡ് കനാലാണ്. നമ്മുടെ ഈ സൗണ്ട് വേവ്സിനെ എങ്ങോട്ട് ഡയറക്ട് ചെയ്യുന്നു? മിഡിൽ ഇയറിലേക്ക് ഡയറക്ട് ചെയ്യുന്നു. ഇവിടെ ആരുണ്ട്? ഹെയർസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇയർ വാക്സ്, സെബം പോലെയുള്ള ഡിസിൻഫെക്ട്, അതായത് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വന്ന് അതിനെ കിൽ ചെയ്യാൻ വേണ്ടി ആരുണ്ട്? ഇയർ വാക്സും സെബം ഒക്കെ ഉണ്ട്. ഇനി നമ്മുടെ ഇവിടെ
ഈ മിഡിൽ ഇയറിലേക്ക് കയറുമ്പോൾ ഒരു സെമി സർക്കുലാർ ആയിട്ടുള്ള ഒരു ചെറിയൊരു ലെയർ ഉണ്ട്. ഇതിന് നമ്മൾ പറയും ടിംബാനം. നമ്മൾ ചെവിയുടെ പാടാന്നൊക്കെ പറയും. നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ എടുത്ത് കുത്തുന്ന സമയത്ത് ചെവിയുടെ പാട പൊട്ടിപ്പോണ്ടെന്ന് പറയും. അപ്പൊ ആ ഒരു ലെയർ ആണ് ടിംബാൻ എന്ന് പറയുന്നത്. ഇതിനെ എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു? നമ്മുടെ ഒരു ഇന്നർ ഇയറിനെയും മിഡിൽ ഇയറിനെയും ഔട്ടർ ഇയറിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ആളാണ് ആര്? ടിംബാനം. ഇത് പറയുന്നത് നമ്മുടെ മിഡിൽ ഇയറിന്റെ ഭാഗം ഇവിടുന്ന് തുടങ്ങുകയാണെ. മിഡിൽ ഇയറിന്റെ ഭാഗം ഇവിടുന്ന് തുടങ്ങുന്നത് മിഡിൽ ഇയറിനെയും ഔട്ടർ ഇയറിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ആളാണ്. ഇവിടെ നോക്കുക, മിഡിൽ ഇയറിന്റെ ഒരു ഭാഗമാണ് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. അങ്ങനെ 3 ബോൺസ് നമുക്ക് ഇവിടെ കാണാം. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. ഇതിന് 3നെയും കൂടെ നമ്മൾ ഇയർ ഓസിക്കിൾസ് എന്ന് പറയും. ഇയർ ഓസിക്കിൾസ്. അപ്പൊ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന 3 ബോൺസ് ഉണ്ട്. ഇതിന് 3നെയും കൂടെ നമ്മൾ എന്ത് പറയുന്നു? ഇയർ ഓസിക്കിൾസ് എന്ന് പറയും. അപ്പൊ സ്റ്റേപ്പിസ് പറയുന്ന ബോണാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ചെറിയ ബോൺ. സ്റ്റേപ്പിസ് ആണ്. ഏറ്റവും വലിയ ബോൺ ഏതാ? നമ്മുടെ കാലിലുള്ള ഫെമറാണ് ഏറ്റവും വലിയ ബോൺ. ഏറ്റവും ചെറിയ ബോൺ നമ്മുടെ ചെവിയിലുള്ള സ്റ്റേപ്പിസ് ആണ്. അപ്പൊ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, ടിംബാനം ഇതൊക്കെ കൂടിയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഇയർ. ഇതിന്റെ കൂടെ ഇവിടെ നിന്ന് നമ്മുടെ യൂസ്റ്റേഷൻ കനാൽ അല്ലെങ്കിൽ യൂസ്റ്റേഷൻ ട്യൂബ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഫാരൻസിലേക്കാണ്. ഫാരൻസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. യൂസ്റ്റേഷൻ കനാൽ അല്ലെങ്കിൽ യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയും. ഓക്കെ, യൂസ്റ്റേഷൻ ട്യൂബ് ഓർ കനാൽ നോക്കാം. അപ്പൊ നമ്മുടെ ഔട്ടർ ഇയറിന്റെ പാർട്ടാണ്. പിന്നെ ഓഡിറ്ററി കനാൽ. ഇവിടെ എന്തുണ്ട്? ടിംബാനം ഉണ്ട്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇതിന് 3നെയും കൂടെ നമ്മുടെ ഇയർ ഓസിക്കിൾസ് എന്ന് പറയും. അപ്പം ഈ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസും ടിംബാനും യൂസ്റ്റേഷൻ ട്യൂബും കൂടിയാണ് എന്തെന്ന് പറയുന്നത്? മിഡിൽ ഇയർ എന്ന് പറയുന്നത്. ഇതില് ടിംബാനം ചെയ്യുന്ന മനുഷ്യൻ എന്താ? ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നു. ഓക്കെ, നമ്മുടെ ഈ ഔട്ടർ ഇയറിനെയും മിഡിൽ ഇയറിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നു. ഈ യൂസ്റ്റേഷൻ ട്യൂബിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയും ഇവിടെയുള്ള പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ബാലൻസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ മലയുടെ മുകളിലേക്കൊക്കെ കയറുന്ന സമയത്ത് നമ്മുടെ ചെവി അടഞ്ഞു പോകും. അതായത് ഇവിടെ നല്ല പ്രഷറിൽ എയർ വരുന്ന സമയത്ത് അത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ചെവി അടയുന്നത്. അപ്പൊ നമ്മൾ സ്വാലോ ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും വിഴുങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വായിലൂടെ ശ്വാസം എടുക്കുന്ന സമയത്ത്, എന്തെങ്കിലും ചവയ്ക്കുന്ന സമയത്തൊക്കെ ഇത് റെഡിയാവും. അത് എന്തുകൊണ്ടാണ്? അവിടെ പ്രഷർ ബാലൻസ് ആവണം. ഇത് ഓപ്പൺ ആയിട്ട് ഇവിടെ പ്രഷർ ബാലൻസ് ആയിമാണ്. അപ്പൊ യൂസ്റ്റേഷൻ ട്യൂബ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന ഔട്ടർ ഇയറിലും മിഡിൽ ഇയറിലും ഉണ്ടാവുന്ന പ്രഷർ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് ഒക്കെ, അതായത് എന്തെങ്കിലും ഓർഗാനിസം ഇങ്ങോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കില്ല് ചെയ്ത് കളയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? ഇവിടെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മ്യൂക്കസ് ഒഴിവാക്കി കളയണം. അതായത് ഇത് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് കിടക്കണം ഈ മിഡിൽ പോർഷൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്ത മ്യൂക്കസ് ഒഴിവാക്കി കളയണം. അത് ഏതിലൂടെയാണ് ഈ ഒഴിവാക്കുന്നത്? യൂസ്റ്റേഷൻ ട്യൂബിലൂടെയാണ് ഒഴിവാക്കുന്നത്. അപ്പൊ ഔട്ടർ പോർഷൻ പിന്നെ ഓഡിറ്ററി കനാൽ, മിഡിൽ പോർഷൻ ടിംബാനം, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, കൂടാതെ നമ്മൾ എന്ത് പറയുന്നു? ഇയർ ഓസിക്കിൾസ് എന്ന് പറയും. അപ്പം ഇത് കൂടാതെ നമ്മുടെ യൂസ്റ്റേഷൻ ട്യൂബും കൂടിയാണ് എന്ത്? ഈ മിഡിൽ ഇയർ എന്ന് പറയുന്നത്. ഇനി ഇന്നർ പാർട്ട് ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് കോക്ലിയ. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ വിൻഡോ ഉണ്ട് കോക്ലിയന്റെ ഇവിടെ സ്റ്റാർട്ടിങ്ങില്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇന്നർ ഇയറിൽ, അതായത് മിഡിൽ ഇയറിൽ നിന്നും ഇന്നർ ഇയറിലേക്കുള്ള ഈ ഒരു ഓപ്പണിങ്ങിന് പറയുന്നതാണ് ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ നേരെ ഓപ്പൺ ചെയ്യുന്നത് കോക്ലിയയിലേക്കാണ്. ഈ ഒരു സ്ട്രക്ചർ ആണ് കോക്ലിയ. കോക്ലിയ കൺസിസ്റ്റ് ഓഫ് അപ്പർ ചേംബർ, മിഡിൽ ചേംബർ ആൻഡ് ഇന്നർ ചേംബർ. ഈ അപ്പർ ചേംബറിലും ഈ ഇന്നർ ചേംബറിലുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് നമ്മൾ പെരിലിംഫ് എന്നാണ് പറയുന്നത്. പെരിലിംഫ്. ഈ മിഡിൽ ചേംബറിലുള്ള ഫ്ലൂയിഡ് നമ്മൾ എൻഡോലിംഫ് എന്ന് പറയും. എൻഡോലിംഫ്. അപ്പൊ അപ്പർ ആൻഡ് ഇന്നർ ചേംബർ ഓഫ് കോക്ലിയ കൺസിസ്റ്റ് ഓഫ് പെരിലിംഫ് ആൻഡ് മിഡിൽ ചേംബർ കൺസിസ്റ്റ് ഓഫ് എൻഡോലിംഫ്. നോക്കാം, ഈ ഒരു ഇന്നർ ചേംബറിനെയും മിഡിൽ ചേംബറിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു മെംബ്രെയിൻ കാണാം. ഈ മെംബ്രെയിനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് കാണും. ഈ ഒരു മെംബ്രെയിനെ നമ്മൾ ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയും. എന്താണ്? ബേസിലാർ മെംബ്രെയിൻ. ബേസിലാർ മെംബ്രെയിൻ. ഇവിടെ കുറെ ഹെയർ പാർട്ടിക്കിൾസ്, ഹെയർ മോളിക്യൂൾസ് കാണാം ഈ ബേസിലാർ മെംബ്രെയിൻ്റെ അവിടെ ആയിട്ട്. ഈ ഹെയർ മോളിക്യൂൾസ് ആണ് ഇവിടുത്തെ റിസപ്റ്റേഴ്സ്. അതായത് നമ്മുടെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആണ് ചെവിയിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ
ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഹെയർ മോളിക്യൂൾസ് ആണ്. ഓക്കെ, ഹെയർ മോളിക്യൂൾസ് ആണ് ഇവിടെയുള്ള ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഹെയർ മോളിക്യൂൾസും ഈ ബേസിലാർ മെംബ്രെയിനും കൂടെ ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടൈ. ഓർഗൻ ഓഫ് കോർട്ടൈ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇയറിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇത് കൂടാണ്ട് ഇന്നർ ഇയറിൽ വരുന്ന സ്ട്രക്ചർ ആണ് 3 സെമി സർക്കുലർ കനാൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് യൂട്രിക്കിൾ ആണ്, ഇത് സാക്യൂൾ ആണ്. ഇത് രണ്ടിനെയും കൂടെ നമ്മൾ വെസ്റ്റിബ്യൂൾസ് എന്ന് പറയും. ഈ വെസ്റ്റിബ്യൂൾസ് നിന്ന് നമുക്ക് എന്താണ് വെസ്റ്റിബുലാർ നെർവ് പോകുന്നുണ്ട് ബ്രെയിനിലേക്ക്. അതുപോലെ തന്നെ ഈ കോക്ലിയയിൽ നമുക്ക് എന്താണ് ഓഡിറ്ററി നെർവ് പോകുന്നുണ്ട് എവിടേക്ക്? ബ്രെയിനിലേക്ക്. അപ്പൊ നമ്മുടെ ഹിയറിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയാം. ഇത്രയും സ്ട്രക്ചർ മനസ്സിലായല്ലോ. അതായത് ഔട്ടർ ഇയറിൽ വരുന്നതാണ് പിന്ന ഓഡിറ്ററി കനാൽ, നമ്മുടെ മിഡിൽ ഇയറിൽ വരുന്നതാണ് ടിംബാനം, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, മൂന്നും കൂടെ നമ്മൾ ഇയർ ഓസിക്കൽസ് എന്ന് പറയും. അതുകൂടാണ് യൂസ്റ്റേഷ്യൻ കനാലും. നമ്മുടെ ഇന്നർ പാർട്ട് ഓഫ് ദ ഇയറിൽ വരുന്നതാണ് കോക്ലിയ, നമ്മുടെ ഓവൽ വിൻഡോ. അതുപോലെ തന്നെ ഈ ഒരു ഇന്നർ ചേംബർ ഓഫ് ദ കോക്ലിയ ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് മിഡിൽ ചേംബറിലേക്ക്. അതിനെ നമ്മൾ ഓപ്പൺ വിൻഡോ എന്ന് പറയും. ഓക്കെ, ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്, അതിന് ഓപ്പൺ വിൻഡോ എന്നും. ഈ മുകളിലുള്ള ഇങ്ങോട്ടേക്കുള്ള ഓപ്പണിങ്ങിനെ നമ്മൾ ഓവൽ വിൻഡോ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഇന്നർ ചേംബർ അല്ലെങ്കിൽ ഇന്നർ പാർട്ട് ഓഫ് ദ ഇയർ കൺസിസ്റ്റ് ഓഫ് കോക്ലിയ, 3 സെമി സർക്കുലർ കനാൽ, യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ ടുഗദർ കോൾഡ് വെസ്റ്റിബ്യൂൾസ്, ആൻഡ് there is a vestibular nerve, പിന്നെ ഓഡിറ്ററി നെർവ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നർ പാർട്ട് ഓഫ് ദ ഇയറിൽ വരുന്നത്. അപ്പൊ ഇത് എങ്ങനെ ഹിയറിംഗ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സൗണ്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സൗണ്ടും സിഗ്നൽ ഇങ്ങനെ വരുന്ന സമയത്ത് അതിനെ ആര് ഡിറ്റക്ട് ചെയ്യുന്നു? നമ്മുടെ പിന്ന ഡിറ്റക്ട് ചെയ്യും. അതിനെ എവിടേക്ക് ഡയറക്ട് ചെയ്യുന്നു? നമ്മുടെ ഓഡിറ്ററി കനാലിലേക്ക് ഡയറക്ട് ചെയ്യുന്നു. ഈ ഓഡിറ്ററി കനാലില് നമ്മൾ പറഞ്ഞു ഹെയർ മോളിക്യൂൾസ് ഉണ്ട്. ഈ ഹെയർ മോളിക്യൂൾസിന് എത്തുന്ന സമയത്ത് ഹെയർ എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യും. ഈ ഹെയർ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വൈബ്രേഷൻ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങോട്ടൊക്കെ എത്തും. ഈ ഹെയർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വൈബ്രേഷൻ ഇങ്ങനെ പാസ് ചെയ്ത് ടിംബാനം വൈബ്രേറ്റ് ചെയ്യുന്നു. ടിംബാനം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മാലിയസും ഇൻകസും സ്റ്റേപ്പിസും എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള എന്ത് പെരിലിംഫ്, അതായത് ഔട്ടർ പാർട്ടിലുള്ളതാണ് പെരിലിംഫ്. പെരിലിംഫ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് അതായത് ഇന്നർ പാർട്ടിൽ വരുന്നുണ്ട് പെരിലിംഫ് ഉണ്ട്, അതും വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ പെരിലിംഫ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആരും വൈബ്രേറ്റ് ചെയ്യും? ഇതിനുള്ളിലുള്ള എൻഡോലിംഫ്, അതായത് മിഡിൽ പാർട്ടിൽ വരുന്ന എൻഡോലിംഫ് എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ആരുണ്ട്? നമ്മുടെ ബേസിലാർ മെംബ്രെയിനിന്റെ മുകളിൽ ഹെയർ മോളിക്യൂൾസ് ഉണ്ട്. ഇതാണ് നമ്മുടെ റിസപ്റ്റർ. ഓക്കെ, നമ്മുടെ ഇയറിലുള്ള റിസപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ഹെയർ മോളിക്യൂൾസ് ആണ്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഹെയർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ സിഗ്നൽ എവിടെ എത്തി? നമ്മുടെ റിസപ്റ്ററിന്റെ മുകളിൽ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വഴി പോകും? ഓഡിറ്ററി നെർവ് വഴി ബ്രെയിനിലെത്തുന്നു. ബ്രെയിൻ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഹിയറിംഗ് എന്ന് പറയുന്ന ആ ഒരു സെൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് ഹിയറിംഗ്. ഇനി നമ്മുടെ ബോഡിയിലെ ബാലൻസ് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കളിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ, അതായത് സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ നിങ്ങളെ കഴുത്ത് എങ്ങനെ ആക്കുന്നതും തല എങ്ങനെ ആക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി നമ്മൾ തലയൊക്കെ ഇങ്ങനെ അനക്കുമ്പോഴൊക്കെ നടക്കുന്നുണ്ട്. അതല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മൾ ബാലൻസ് ഒക്കെ ആക്റ്റീവ് ആവാൻ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബാലൻസിന് നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് നമ്മുടെ ഇയർ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മസിൽസ്, നമ്മുടെ ബ്രെയിൻ, ഇതിന്റെ ഒരു കമ്പൈൻഡ് ആക്ടിവിറ്റി കൊണ്ടാണ് നമ്മൾ എന്താണ് ബാലൻസ് നിലനിൽക്കുന്നത്. അപ്പൊ നോക്കാം, നമ്മൾ ഇങ്ങനെ തല ഇങ്ങനെ മൂവ് ചെയ്യുക, അതായത് റൊട്ടേഷണൽ മൂവ്മെന്റും ലാറ്ററൽ മൂവ്മെന്റും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂൾസിലും എന്തുണ്ട്? പെരിലിംഫ്, എൻഡോലിംഫ് ഉണ്ട്. അതായത് ഇപ്പം സെമി സർക്കുലർ നല്ല ഒരു സെക്ഷൻ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ അതിലും ഔട്ടർ പാർട്ട്, മിഡിൽ പാർട്ട്, ഇന്നർ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലും എന്തുണ്ട്? എൻഡോലിംഫും ഉണ്ട്, പെരിലിംഫും ഉണ്ട്. ഓക്കെ, എൻഡോലിംഫ് മിഡിൽ പാർട്ടിലെ എൻഡോലിംഫും ബാക്കിയുള്ള 2 ഭാഗത്ത് എന്തുണ്ട്? പെരിലിംഫും ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആര് മൂവ് ചെയ്യും? ഇവിടെയുള്ള പെരിലിംഫ് മൂവ് ചെയ്യും. അപ്പൊ ആര് മൂവ് ചെയ്യും? എൻഡോലിംഫും എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എൻഡോലിംഫിലും എന്തുണ്ട്? മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ മൂവ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് അവിടെയുള്ള ഹെയർസും എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു.
അപ്പൊ നേരെ അവിടെ സിഗ്നൽ എങ്ങോട്ട് പോകും? ഇവിടുന്ന് വെസ്റ്റിബുലാർ നെർവ് ഉണ്ട്. ഈ വെസ്റ്റിബുലാർ നെർവ് ഉണ്ട്. ഈ സെമി സർക്കുലർ കനാലിലുള്ള എൻഡോലിംഫ് മാത്രമല്ല, ഈ വെസ്റ്റിബ്യൂൾസിലുള്ള എൻഡോലിംഫ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ടൈമിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൂവ്മെന്റ് വെസ്റ്റിബുലാർ നെർവ് വഴി എവിടേക്ക് എത്തും? ബ്രെയിനിലുള്ള സെറിബെല്ലം എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തും. ഓക്കെ, സെറിബെല്ലത്തിലേക്ക് എത്തി എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡി ബാലൻസിന് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. സ്റ്റെപ്സ് ആയിട്ട് നോക്കാം. ബോഡി ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഇന്നർ പാർട്ട് ഓഫ് ദ ഇയറിലെ ആൾക്കാരാണ് 3 സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾസ്, അതായത് സാക്യൂളും യൂട്രിക്കിളും കൂടിയിട്ടുള്ളതാണ് വെസ്റ്റിബ്യൂൾസ്, വെസ്റ്റിബുലാർ നെർവ് ആൻഡ് ഹെയർ സെൽസ്. ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ഇന്നർ പാർട്ടിലുള്ള ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ബോഡി ബാലൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് മസിൽസും ഉണ്ട്, ഐഗ്ലിയും ഒക്കെ ഉണ്ട്. അപ്പൊ കമ്പൈൻഡ് ആക്ഷൻ ആണ് ബോഡി ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹെഡ് റൊട്ടേഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ലാറ്ററൽ മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് എൻഡോലിംഫ് നമ്മുടെ വെസ്റ്റിബ്യൂൾസിലും അതുപോലെ തന്നെ സെമി സർക്കുലർ കനാലിലുള്ള എൻഡോലിംഫ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. എൻഡോലിംഫിന് മൂവ്മെന്റ് സംഭവിക്കുന്നു. എൻഡോലിംഫിനുള്ള മൂവ്മെന്റ് അവിടെയുള്ള ഹെയർ സെൽസിനെ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യിക്കുന്നു. ഹെയർ സെൽസ് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇമ്പൾസ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇമ്പൾസ് നമ്മുടെ വെസ്റ്റിബുലാർ നെർവ് വഴി ബ്രെയിനിലുള്ള സെറിബെല്ലത്തിൽ എത്തുന്നു. സെറിബെല്ലത്തിൽ എത്തുമ്പോൾ ആ ഒരു ബ്രെയിനിൽ എത്തുമ്പോഴാണ് ബ്രെയിൻ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ബോഡിക്ക് ആ ഒരു ബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കമ്പൈൻഡ് ആക്ഷൻ ആയിട്ടാണ് നടക്കുന്നത്. അടുത്ത സെൻസ് ഓർഗൻ ആണ് നമ്മുടെ നോസ് എന്ന് പറയുന്നത്. നോസ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? സ്മെല്ല് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വിശന്നിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് നല്ലോണം സ്മെല്ല് അടിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഇങ്ങനെ നിങ്ങൾ സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പം അടുത്തുള്ള കുട്ടിയുടെ ലഞ്ച് ബോക്സിൽ ബിരിയാണി ആണെങ്കിൽ ആ സ്മെല്ല് നിങ്ങൾക്ക് വേഗം കിട്ടും അല്ലെ? അപ്പം ഈ സ്മെല്ലിന് കാരണമാകുന്ന പാർട്ടിക്കിൾസ് ആണ് നമുക്ക് അവിടെ എന്ത് പറയുന്നത്? ഈ സിഗ്നൽ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ പാർട്ടിക്കിൾസ് നേരെ നമ്മുടെ നോസിലേക്ക് എൻ്റർ ചെയ്യുന്നു. നമ്മുടെ നോസിലെ മ്യൂക്കസ് മെമ്പറൈൻ ഉണ്ട്. നമ്മുടെ നോസ്ട്രിൽസിന്റെ ചുറ്റോടെയായിട്ട് മ്യൂക്കസ് മെമ്പറൈൻ ഉണ്ട്. മ്യൂക്കസ് മെമ്പറൈൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മ്യൂക്കസുമായിട്ട് നമ്മുടെ പാർട്ടിക്കിൾസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവര് മിക്സ് ചെയ്യുന്നു. അപ്പൊ ഈ പാർട്ടിക്കിൾസ് വന്നിട്ട് ഈ മ്യൂക്കസിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുന്നു. ഈ മ്യൂക്കസ് മെമ്പറൈനിൽ തന്നെ നമ്മുടെ റിസപ്റ്റർ ഉണ്ട്. അതായത് നമ്മുടെ ഓൾഫാക്ടറി ന്യൂറോൺസ് ഉണ്ട്. അപ്പൊ ഈ ഓൾഫാക്ടറി ന്യൂറോൺസിനെ പോയിട്ട് ഇത് ബൈൻഡ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഈ ഒരു സ്മെല്ലിന് കാരണമാകുന്ന പാർട്ടിക്കിൾസ് എവിടെ പോയി ബൈൻഡ് ചെയ്യും? ഓൾഫാക്ടറി ന്യൂറോൺസിൽ പോയി ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, സ്റ്റിമുലസ് വന്നിട്ട് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്താൽ എന്ത് ഫോം ചെയ്യും? ഇമ്പൾസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടേക്ക് പോകണം? നമ്മുടെ ബ്രെയിനിലേക്ക് എത്തണം. അതിനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഓൾഫാക്ടറി നെർവ്. അപ്പൊ ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾഫാക്ടറി നെർവ് എന്ത് ചെയ്യുന്നു? ഇത് നേരെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. ബ്രെയിൻ അതിന്റെ റെസ്പോൺസ് തിരിച്ചു തരുന്നു. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മള് സ്മെല്ലായിട്ട് അറിയുന്നത്. അപ്പൊ അടുത്ത നമ്മുടെ സെൻസ് ഓർഗൻ ആണ് ടങ്. ടങ് കൂടെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത് ടേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന റിസപ്റ്റർ എന്ന് പറയുന്നത് കീമോ റിസപ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ടങ്ങില് നമുക്ക് ഈ ഒരു എൻഡ് പോർഷനിലായിട്ടാണ് സ്വീറ്റ് ടേസ്റ്റ് അറിയുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് സോൾട്ടി ടേസ്റ്റ് അറിയുന്നത് കുറച്ചുകൂടി ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ആയിട്ടാണ് നമ്മൾ സോറ് ടേസ്റ്റ് അറിയുന്നത്. അതുപോലെ തന്നെ ബിറ്റർ കയ്പൊക്കെ നമ്മൾ അറിയുന്നത് ഇറക്കാൻ നേരം, അതായത് നാവിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ എത്തുമ്പോഴാണ് കയ്പ് അറിയുന്നത്. പിന്നെ ഉമാമി എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് നമുക്ക് നാവില് മൊത്തം, അതായത് അതിൻ്റെ മൊത്തമായിട്ടുണ്ടാവും. നമുക്കിപ്പം എന്തെങ്കിലും ഈ ചീസ് ബട്ടർ അങ്ങനത്തെ കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മയോണൈസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ നാവില് ഫുള്ളായിട്ടാണ് ഈ ഒരു ടേസ്റ്റ് അറിയുന്നത്. അതിന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതിന് പറയുന്നതാണ് നമ്മുടെ നാവിന് ഫുള്ളായിട്ടാണ് ഈ ഒരു ടേസ്റ്റ് അറിയുന്നത്. ഉമാമി എന്നൊക്കെ പറയുന്ന ടേസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ നാവിന്റെ മുകളിൽ നമുക്ക് കുറെ ചെറിയ ചെറിയ സ്മോൾ പ്രൊജക്ഷൻസ് കാണാം. ഇതിന് നമുക്ക് പാപ്പില എന്ന് പറയാം. പാപ്പില. ഈ പാപ്പിലയുടെ ഉള്ളിലാണ് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് കാണുന്നത്. അപ്പൊ നമ്മുടെ നാവില് മൊത്തം ഇതുണ്ട്, ഈ ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ആയിട്ടുള്ള പാപ്പില ഉണ്ട്. പക്ഷെ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡ് വൈസ് പോർഷനിലാണ്. ഓക്കെ, ഈ സൈഡ് വൈസ് പോർഷനിലാണ് ടേസ്റ്റ് ബഡ്സ് കൂടുതലായിട്ട് കാണുന്നത്, എൻഡ് പോർഷനിലോ. ഈ സെൻട്രൽ പോർഷനിലായിട്ട് തീരെ ഇല്ല എന്നല്ല, കുറച്ചുണ്ട്. പക്ഷെ എന്താണ്, ഈ ഒരു ഭാഗത്ത് അധികം കാണുന്നില്ല. ഈ ഒരു സൈഡ് പോർഷനിലും ഏറ്റവും ടിപ്പിനും ഏറ്റവും എൻഡ് പോർഷനിലായിട്ടാണ് നമ്മുടെ ടേസ്റ്റ് ബഡ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ പാപ്പിലയുടെ ഉള്ളിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? ടേസ്റ്റ് ബഡ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ബഡ് ഇവിടെ വരയ്ക്കാണ്.
ആണ്. ഈ ടേസ്റ്റ് ബഡ്സിന്റെ ഉള്ളിൽ കുറേ കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്നിട്ട് കുറേ കീമോ റിസപ്റ്റേഴ്സ്, 100ഓളം കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ കീമോ റിസപ്റ്റേഴ്സിനുള്ളിൽ കുറെ മൈക്രോ വില്ലൈ പ്രൊജക്ഷൻസ് ഉണ്ട്. എന്നിട്ട് മൈക്രോ വില്ലൈ പ്രൊജക്ഷൻസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ നമ്മൾ ടേസ്റ്റ് അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ടേസ്റ്റിന് കാരണമാകുന്ന ഫുഡ് പാർട്ടിക്കിൾസിലെ നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസിൽ എന്തുണ്ട്, ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടാവും. ആ മോളിക്യൂൾസ് നമ്മുടെ സലൈവ ആയിട്ട് നമ്മുടെ വായിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ സലൈവ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളിങ്ങനെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ സലൈവ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. ഈ സലൈവ ആയിട്ട് മിക്സ് ചെയ്ത ഈ സംഭവം നേരെ നമ്മുടെ എന്താണ് മൈക്രോ വില്ലൈ വഴി എൻ്റർ ചെയ്യും. മൈക്രോ വില്ലൈ വഴി എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നു, ഈ കീമോ റിസപ്റ്റേഴ്സിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു, കീമോ റിസപ്റ്റേഴ്സിലേക്ക് എത്തുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസപ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ആര് ബൈൻഡ് ചെയ്യും, നമ്മുടെ സ്റ്റിമുലസ് വന്നിട്ട് ബൈൻഡ് ചെയ്യും. ഇവിടെ ഫുഡിന് ടേസ്റ്റിന് കാരണമാകുന്ന ഫുഡ് പാർട്ടിക്കിൾസ് ആണ് എന്ത് പറയുന്നത്, നമ്മുടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കീമോ റിസപ്റ്റേഴ്സ് ആണ് ആര്, അവിടെ റിസപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, അവിടെ ഒരു ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇമ്പൾസ് നെർവ്സ് വഴി എവിടേക്ക് എത്തുന്നു, ബ്രെയിനിലേക്ക് എത്തുന്നു. ബ്രെയിൻ എന്ത് സെൻസ് ചെയ്യുന്നു, ടേസ്റ്റ് സെൻസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടങ്ങിന്റെ കേസിൽ പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ സെൻസ് ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞതൊക്കെ നമ്മള് സ്പെസിഫിക് സെൻസസ് ആയിരുന്നു. ഇതെന്താണ്, ജനറൽ സെൻസസ് ആണ്. അതായത് നമുക്ക് എവിടെ തൊട്ടാലും എന്താണ് അറിയാൻ പറ്റുന്ന സെൻസസുകളെയാണ് നമ്മൾ ജനറൽ സെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റിസപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിൽ ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ തൊട്ടാലും എന്തറിയാൻ പറ്റുന്നുണ്ട്, പ്രഷർ അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ തൊട്ടാലും പ്രഷർ അറിയാൻ പറ്റുന്നുണ്ട്, ഇവിടെ തൊട്ടാലും പ്രഷർ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്ത് തൊട്ടാലും എന്തറിയാൻ പറ്റുന്നുണ്ട്, പ്രഷർ, ഹീറ്റ്, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സെൻസസുകളെ നമ്മൾ ജനറൽ സെൻസസ് എന്നാണ് പറയുക. അപ്പം നമ്മുടെ സ്കിന്നിൽ ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സ് ഒക്കെ പല പല ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, പല പല കാര്യങ്ങളാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, നമ്മുടെ പെയിന്, നമുക്ക് എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ വേദനയായാലോ, എന്തെങ്കിലും തട്ടി വേദനയായാലോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റിമുലസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇമ്പൾസ് പ്രൊവൈഡ് ചെയ്ത് പെയിൻ ആണ്, നമുക്കത് തൊട്ട് കഴിഞ്ഞാൽ വേദന ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് വേദനിക്കുന്നു എന്ന് പറയുന്നുള്ള ഒരു സ്റ്റിമുലസ് തരുന്നത് ആരാണ്, നമ്മുടെ ടച്ച് റിസപ്റ്റേഴ്സിലുള്ള ഇൻഡിപെൻഡന്റ് നെർവ് എൻഡിങ് ആണ്. അപ്പൊ പെയിൻ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ നോസിസെപ്ഷൻ എന്ന് പറയുന്നു. അതിന് സഹായിക്കുന്ന റിസപ്റ്റേഴ്സിനെ നോസി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നു. ഇനി എന്തെങ്കിലും ഇൻഫെക്ഷനോ ഡാമേജോ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെ വെച്ചാൽ സൈറ്റോകൈൻ, ആ ഇൻഫെക്ഷൻ വന്ന ഭാഗം എന്ത് ചെയ്യുന്നു, ഇമ്മ്യൂൺ സെൽസ് വർക്ക് ചെയ്യണം. അപ്പൊ ഇമ്മ്യൂൺ സെൽസിനെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന കെമിക്കലുകളെ നമ്മൾ എന്ത് പറയുന്നു, സൈറ്റോകൈൻസ് എന്ന് പറയുന്നു. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കെമിക്കൽ സബ്സ്റ്റൻസുകൾ എവിടേക്ക് എത്തിക്കുന്നുണ്ട്, ആ ഇൻഫെക്ഷൻ നടന്ന ഭാഗത്തേക്ക് എത്തിക്കുന്നുണ്ട്. അതായത് ഇമ്മ്യൂൺ. ഓക്കെ, ഇനി ടച്ച്, നമുക്ക് ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന്റെ മൂവ്മെന്റ് ഒക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന റിസപ്റ്റർ ആണ് മെർക്കൽ ഡിസ്ക്. ഇപ്പം എന്തെങ്കിലും ഒബ്ജക്ട് തൊട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കിതാ ഇവിടെ നിൽക്കുക ഓറഞ്ച് എടുത്തു. അപ്പൊ ഈ ഓറഞ്ച് ഒരു റൗണ്ട് ഷേപ്പ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ആണ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു വെള്ളം കുറവുള്ള ഒരു പാത്രം, വെള്ളം കൂടുതലുള്ള ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും അല്ലെ. നമുക്ക് പിടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൽ ഏതിലാണ് കൂടുതൽ വെള്ളം ഉള്ളത് മനസ്സിലാവും, എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഏകദേശം മനസ്സിലാവും. അപ്പം അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന റിസപ്റ്റർ ആണ് ബേസൽ കോർപ്പസൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ള കോൾഡ് ടച്ച് ഒക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന റിസപ്റ്റർ ആണ് ക്രൗസ് എൻഡ് ബൾബ്. ഇനി ഇന്റൻസ് ആയിട്ടുള്ള ടച്ച്, പ്രഷർ, അതുപോലെ തന്നെ ഹീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന റിസപ്റ്റർ ആണ് റുഫിനി എൻഡ് ഓർഗൻ. ഇനി നമ്മുടെ ഹെയറിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആൾക്കാരാണ്, അതായത് റിസപ്റ്റർ ആണ് റൂട്ട് ഹെയർ പ്ലക്സസ്. അതായത് ഇവിടെയും മെർക്കൽ ഡിസ്കും എന്ത് ചെയ്യുന്നുണ്ട്, ഹെയറിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ വൈബ്രേഷൻ, ഹൈ ഫ്രീക്വൻസിയുള്ള ടച്ചുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന റിസപ്റ്റർ ആണ് പെർസീനിയൻ കോർപ്പസൽസ്. ഒക്കെയാണ് നമ്മുടെ സ്കിന്നിൽ വരുന്ന ടച്ച് റിസപ്റ്റേഴ്സ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പോർഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആണ് അമീബേന്റെ കേസ് എടുക്കുക. അമീബ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അവർക്കുള്ള റിസപ്റ്റേഴ്സ് കീമോ റിസപ്റ്റേഴ്സ് ആണ്. അവർക്ക് കെമിക്കൽ
സബ്സ്റ്റൻസുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്കറിയാം അമീബ ഫുഡൊക്കെ കഴിക്കുന്നത് ഇങ്ങനെ ഫുഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗാനിസംസ് വരുന്ന സമയത്ത് അതിനെ എൻഗൾഫ് ചെയ്തിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഫുഡൊക്കെ കഴിക്കുന്നത്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അപ്പൊ ഈ അമീബയിൽ എന്തുണ്ട്, കീമോറിസെപ്റ്റേഴ്സ് ഉണ്ട്. അവർ പുറമെ എന്തെങ്കിലും കെമിക്കൽ സബ്സ്റ്റൻസുകളെ കണ്ടു കഴിഞ്ഞാൽ അതിനെ സെൻസ് ചെയ്തിട്ട് അതിന്, അതായത് ഈ കെമിക്കൽ സബ്സ്റ്റൻസുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ മൂവ് ചെയ്തു പോകും. അപ്പൊ എന്തെങ്കിലും അപകടം വരുന്ന സമയത്ത് ആ കെമിക്കൽ സബ്സ്റ്റൻസുകൾ അവർക്ക് സെൻസ് ചെയ്യാനും അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് പോകാനും ആർക്ക് കഴിവുണ്ട്, അമീബയ്ക്ക് കഴിവുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം, യൂട്രീന. അതും യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. നമുക്കറിയാം അവർക്ക് എന്തുണ്ട്, ഐസ്പോർട്സ് ഉണ്ട്. അതായത് ലൈറ്റിനെ സെൻസ് ചെയ്യാൻ പറ്റും. ഈ ലൈറ്റിനെ സെൻസ് ചെയ്ത് അതിന്റെ ഡയറക്ഷൻ, അതായത് ടുവേർഡ്സ് ഡയറക്ഷൻ മൂവ് ചെയ്യാൻ പറ്റും. ലൈറ്റിനെ നേരെ മൂവ് ചെയ്യാൻ അവരെ സഹായിക്കുന്നത് ഈ ഐസ്പോർട്ട് ആണ്. ഈ ഇൻസെക്റ്റുകൾ നോക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള എന്താണ്, ഇൻസെക്റ്റുകളാണ്. അപ്പം ഇൻസെക്റ്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് കോമ്പൗണ്ട് ആയി ഉണ്ട്, മേഡപ്പ് ഓഫ് ഒമാറ്റിഡിയാണ് ഉണ്ടാക്കിയിരിക്കുന്ന കോമ്പൗണ്ട് ആയി ഉണ്ട്. പിന്നെന്തുണ്ട്, ആന്റിന ഉണ്ട്. ഈ സ്മെല്ലും ടച്ചും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരുന്താണ്. അപ്പം അവർക്ക് നല്ല വിഷനുള്ള, അതായത് ഹൈ വിഷനുള്ള ഐസ് ഉണ്ട്. ഇതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് UV റേഡിയേഷന് അവരെ UV റേസിനെ ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ തന്നെ നന്നായിട്ട് പറക്കാൻ വേണ്ടിയിട്ടും, അതായത് ലോങ് ഡയറക്ഷനിൽ അവർക്ക് ഹണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പറന്നിട്ട് ഹണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ ഹൈ വിഷൻ ഐസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടുണ്ടാവും, ദൂരേന്ന് ഇവർ വന്നിട്ട് ഒരൊറ്റ ബോത്തലിന് പറന്ന് കുത്തിയെടുത്ത് പോകും. ഈ എന്തെങ്കിലും ഫിഷിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് അവരുടെ ഫുഡ് പാർട്ടിക്കിൾസിനെ കണ്ടു കഴിഞ്ഞാൽ അവർ കുത്തിയെടുത്തങ്ങ് പോകും. അത് ഹൈ വിഷൻ ഉണ്ടായതുകൊണ്ടാണ് അവർ അത്രയും ദൂരത്ത് നിന്നാലും അവർക്ക് ഇത് കാണാൻ പറ്റും. ഇനി സ്നേക്കിന് നോക്കുകയാണെങ്കിൽ, സ്നേക്കിന് നിങ്ങൾക്ക് അറിയാലോ, വിഷൻ അത്ര ക്ലിയർ അല്ല. അവർക്ക് നമ്മുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ എന്തോ നിന്ന് അനങ്ങുന്ന മാതിരിയാണ് തോന്നുന്നത്. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ ഇല്ല. പക്ഷെ രാത്രി കാലങ്ങളിൽ നമ്മുടെ ഈ പൈത്തണിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് രാത്രിയിലും ഈ വാം ബ്ലഡഡ് ആനിമൽസിനെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം ഇവർക്ക് സ്മെല്ല് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജേക്കബ്സ്, അതായത് ടെങ് പുറത്തേക്ക്, നോസില്ല പക്ഷെ ടെങ് പുറത്തേക്ക് ഇട്ടിട്ട് ടെങ്ങിന്റെ ആ ഒരു സൈഡിലാണ് ഈ ജേക്കബ്സിന് ഓർഗൻ വരുന്നത്. അങ്ങനെ വഴി, അതായത് ആ ഒരു കെമിക്കൽസ്, അതായത് ഈ ഒരു സ്മെല്ലിന് കാരണമാകുന്ന പാർട്ടിക്കിൾസ് ഉള്ളിലോട്ടേക്ക് എടുത്തിട്ട് ഇവർക്ക് എന്താണ് ഈ ജേക്കബ്സ് ആൻഡ് ഓർഗൻസ് യൂസ് ചെയ്തിട്ട് സ്മെല്ല് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്മെല്ല് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ജേക്കബ്സ് ഓർഗൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്മെല്ല് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഈ ഡോഗ്സിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം, എന്ത് കേസ് നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ പോലീസ് യൂസ് ചെയ്യുന്ന ഒരു വെപ്പൺ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എന്ത്, നായ്ക്കൾ അല്ലെ, നമ്മുടെ ഡോഗിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഡോഗിന് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്. നമ്മളൊക്കെ ഒരു 6 മില്യൺ ആണ് കാണുന്നതെങ്കിൽ ഇവരുടെ കേസിൽ ഒരു 300 മില്യൺ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പൊ അത്രത്തോളം പവർഫുൾ ആയിരിക്കും. നമ്മുടെ 6 മില്യൺ അവരുടെ 300 മില്യൺ. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് മിക്ക കേസുകളിലും ഈ ഡോഗ്സിനൊക്കെ എന്താ യൂസ് ചെയ്യുന്നത്, ഈ കേസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അമീബയില് കീമോറിസെപ്റ്റേഴ്സ് ഉണ്ട്, യൂഗ്ലിനയിൽ ഐസ്പോർട്സ് ഉണ്ട്, ഇൻസെക്റ്റിന്റെ കേസിലാണെങ്കിൽ കോമ്പൗണ്ട് ആയി മേഡപ്പ് ഓഫ് ഒമാറ്റിഡിയ ആൻഡ് ആന്റിന ഉണ്ട്. ഇനി ഹോക്കിന്റെ കേസിലാണെങ്കിൽ ഹൈ വിഷനുള്ള ഐസ് ഉണ്ട്, സ്നേക്കില് ജേക്കബ്സ് ആൻഡ് ഓർഗൻസ് ഉണ്ട്, ഡോഗിന്റെ കേസ് ആണെങ്കിൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ താങ്ക് യു ഓൾ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.